മജ്ജിമ നികായ 85 ബോധിരാജകുമാരസൂക്തം. ആത്യന്തികമായിട്ടുള്ള സുഖം അല്ലെങ്കിൽ മുക്തി മോക്ഷം എന്ന അവസ്ഥ ഒരിക്കലും സുഖത്തിലൂടെ ലഭിക്കില്ല. അത് എപ്പോഴും ദുഃഖത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിന് ഒരുപാട് ബുദ്ധിമുട്ടണം, ഒരുപാട് ദുഃഖം അനുഭവിക്കണം, ഒരുപാട് പ്രയാസം അനുഭവിക്കണം, കഷ്ടം അനുഭവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്നുമുണ്ട്. അതേപോലെ തന്നെ 2600 വർഷങ്ങൾക്ക് മുൻപും അത്തരം വ്യക്തികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2600 വർഷങ്ങൾക്ക് മുൻപ് ശരീരപീഡനത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തത്. ഉപവാസം, അതേപോലെ തന്നെ ഒറ്റക്കാലിൽ നിൽക്കൽ, മുള്ളിൽ കിടക്കൽ, പഞ്ചാഗ്നി മധ്യത്ത് തപസ് ചെയ്യുക, ഇതെല്ലാം ശരീരത്തിനെ ക്ലേശിപ്പിക്കുന്ന അല്ലെങ്കിൽ ദണ്ഡം കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ഇതിലൂടെ മുക്തി മോക്ഷം ലഭിക്കുമെന്നായിരുന്നു അവരെല്ലാവരും കരുതിയത്. അതേപോലെ തന്നെയാണ് തുടക്കത്തിൽ ഭഗവാനും കരുതിയത്. അദ്ദേഹം വീട് ഉപേക്ഷിച്ചതിന് ശേഷം ഒരുപാട് തരത്തിലുള്ള ശരീരപീഡനത്തിൻ്റെ തപശ്ചര്യകളിൽ ഏർപ്പെട്ടു. പക്ഷേ അത് ഏർപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒന്നും തന്നെ ലഭിച്ചില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായത്. ശരീരത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ട് നമുക്ക് ഒരിക്കലും മുക്തി മോക്ഷം ലഭിക്കാൻ പോകുന്നില്ല. ശരീരത്തിൽ സുഖത്തിൻ്റെ അനുഭവമുണ്ടായിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് മുക്തി മോക്ഷം ലഭിക്കും എന്ന് ആദ്യമായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തത് അദ്ദേഹമാണ്. അതിനാൽ അദ്ദേഹം പറയുന്നു, മുക്തി മോക്ഷം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ, നിബ്ബാണം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ധ്യാനം അഭ്യസിക്കുക. ധ്യാനത്തിൽ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. അതോടുകൂടി നമ്മുടെ ചിത്തം വളരെ ഏകാഗ്രമാകും. ആ സുഖാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമല്ല, ചിത്തത്തെ ഏകാഗ്രമാക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. എന്നിട്ട് അതിൻ്റെ അനിത്യ സ്വഭാവത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതാണ് ഈ സൂത്രത്തിൻ്റെ വിഷയം. ഇന്നും ഇതേപോലെ തന്നെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എത്രത്തോളം ശരീരത്തിൽ ദുഃഖങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം നമ്മളുടെ പൂർവ്വ സംസ്കാരങ്ങൾ ഇല്ലാതാകുകയും നമ്മുടെ കർമ്മ സംസ്കാരങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി ലഭിക്കുകയും ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നുമുണ്ട്. അത്തരത്തിലുള്ള പലതരം സാധനകളുമുണ്ട്. അതിൽ ശരീരത്തിൽ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പറയും, തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പൂർവ്വ ജന്മത്തിൻ്റെ സംസ്കാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ നിങ്ങൾ സമചിത്തതയോടുകൂടി നോക്കുക, അപ്പോൾ ഇത് ഇല്ലാതാകും എന്ന് പറയും. തെറ്റായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കുന്ന സമയത്ത്, അതായത് ഒരുപാട് നമ്മൾ പ്രയത്നിക്കുന്ന സമയത്ത്, മനസ്സിനെ ബലപൂർവ്വം ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, ആ സമയത്താണ് ഇത്തരം വേദനയുള്ള സംവേദനകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്ന കാര്യം പലരും മറന്നിരിക്കുകയാണ്. ശരീരത്തെ പ്രശാന്തമാക്കി ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ, അതായത് വളരെയധികം റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി ബലം പ്രയോഗിച്ച് ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും ഈ സൂത്രം അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്ന് കരുതുന്നു. ശരീരത്തിൽ കഷ്ടകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മുക്തിക്ക് കാരണമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈ സൂത്രം ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ബഗ്ഗ കുലക്കാരുടെ സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. അവിടെയുള്ള സുസുമാരഗിരി ബേസകലാവനത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ബോധി രാജകുമാരൻ കൊകനദോ എന്ന പേരുള്ള ഒരു കൊട്ടാരം പണിയിപ്പിച്ചു. ആ കൊട്ടാരത്തിൽ ഇതുവരെ ഒരു ശ്രമണ ബ്രാഹ്മണനോ അല്ലെങ്കിൽ സാധാരണ വ്യക്തികളോ ആരും തന്നെ താമസിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ബോധി രാജകുമാരൻ ബ്രാഹ്മണ വിദ്യാർത്ഥിയായിട്ടുള്ള സഞ്ജീകാപുത്തനോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട സഞ്ജീകാപുത്ത, ദയവ് ചെയ്ത് ഭഗവാന്റെ അടുത്ത് പോകുക. എന്നിട്ട് എൻ്റെ പേര് പറഞ്ഞ് താങ്കളുടെ ശിരസ് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുക. അദ്ദേഹത്തിന് സുഖമാണോ, ആരോഗ്യമുണ്ടോ, ശരീരത്തിന് ലഘുത്വമുണ്ടോ, ബലമുണ്ടോ, രോഗങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ, സുഖകരമായിട്ടുള്ള ജീവിതം തന്നെയല്ലേ എന്ന് കുശലപ്രശ്നങ്ങൾ അന്വേഷിക്കുക. അതിനുശേഷം അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കുക, താങ്കൾ നാളത്തെ ഭോജനം ഭിക്ഷസംഘത്തിനോടൊപ്പം ബോധി രാജകുമാരിൽ നിന്ന് സ്വീകരിക്കുമോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും എന്ന് സഞ്ജീകാപുത്തൻ മറുപടി പറഞ്ഞു. ബോധി രാജകുമാരൻ പറഞ്ഞ പ്രകാരം തന്നെ അദ്ദേഹം ചെയ്തു. ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്ദിച്ചു. സുഖമല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അടുത്ത ദിവസത്തെ ഭോജനം ബോധി രാജകുമാരൻ്റെ അടുത്തുനിന്ന് ഭിക്ഷസംഘത്തിനോടൊപ്പം കഴിക്കാൻ വേണ്ടി ഭഗവാനെ ക്ഷണിച്ചു. മൗനത്താൽ ഭഗവാൻ ആ ക്ഷണം സ്വീകരിച്ചു. ഭഗവാൻ അതിന് സമ്മതിച്ചു എന്ന് മനസ്സിലാക്കിയ സഞ്ജീകാപുത്തൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ബോധി രാജകുമാരൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു,
ഞാൻ താങ്കളുടെ സന്ദേശം ശ്രമണ ഗൗതമന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. രാത്രി കഴിഞ്ഞപ്പോൾ ബോധിരാജകുമാരൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം തൻ്റെ വീട്ടിൽ തയ്യാറാക്കി. കൊഗനാഥ കൊട്ടാരത്തിൽ മുഴുവൻ വെളുത്ത വസ്ത്രം വിരിച്ചു. സ്റ്റെയർകേസിൻ്റെ അവസാനത്തെ പടി വരെ വെളുത്ത വസ്ത്രം വിരിച്ചു. അതിനുശേഷം അദ്ദേഹം സഞ്ജീകാപുത്തനോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട സഞ്ജീകാപുത്ത, ദയവ് ചെയ്ത് ഭഗവാന്റെ അടുത്ത് പോകുക, എന്നിട്ട് സമയമായി എന്ന് പറയുക. ബന്ദേ, ഭോജനം തയ്യാറാണ്, ഭോജനത്തിലുള്ള സമയമായി. തീർച്ചയായും എന്ന് സഞ്ജീകാപുത്തൻ മറുപടി പറഞ്ഞു. എന്നിട്ട് ബോധിരാജകുമാരൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു. ഭഗവാന്റെ അടുത്ത് പോയി ഭോജനം തയ്യാറാണ്, ഭോജനത്തിൻ്റെ സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ രാവിലെ വസ്ത്രമെല്ലാം അണിഞ്ഞതിന് ശേഷം ഭിക്ഷാപാത്രവും ചീവരവും എടുത്ത് ബോധിരാജകുമാരൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ബോധിരാജകുമാരൻ കൊട്ടാരത്തിന് മുന്നിലുള്ള ഗേറ്റിൽ ഭഗവാനെ കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ദൂരത്തുനിന്ന് തന്നെ ഭഗവാൻ വരുന്നത് കണ്ടു. അദ്ദേഹം ഭഗവാനെ അഭിവാദ്യം ചെയ്യാൻ മുന്നോട്ട് പോയി. അദ്ദേഹത്തെ നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് മുന്നിൽ നടക്കാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ കൊഗനാഥോ എന്ന ആ പുതിയ കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി. എന്നാൽ ഭഗവാൻ സ്റ്റെയർകേസിൻ്റെ ഏറ്റവും താഴെയുള്ള പടിക്ക് അടുത്ത് നിന്നു. അപ്പോൾ ബോധിരാജകുമാരൻ അദ്ദേഹത്തോട് പറഞ്ഞു: ബന്ദേ, ഭഗവാൻ വസ്ത്രത്തിൻ്റെ പുറത്ത് കയറിയാലും ഭഗവാൻ വസ്ത്രത്തിൻ്റെ പുറത്ത് കാലുവെച്ചാലും ഇത് ഞങ്ങൾക്ക് ദീർഘകാലത്തിന് ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരും. ബോധിരാജകുമാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ മൗനനായിട്ട് നിന്നു. രണ്ടാമതും മൂന്നാമതും തവണ ബോധിരാജകുമാരൻ ഭഗവാനോട് അങ്ങനെ തന്നെ പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും തവണ ഭഗവാൻ മൗനനായിട്ട് നിന്നു. അപ്പോൾ ഭഗവാൻ ആയുഷ്മാൻ ആനന്ദനെ നോക്കി. അപ്പോൾ ആനന്ദൻ ബോധിരാജകുമാരനോട് പറഞ്ഞു: രാജകുമാര, ആ വസ്ത്രങ്ങൾ മടക്കി വയ്ക്കുക. ഭഗവാൻ ഒരിക്കലും വെള്ള വസ്ത്രത്തിൽ കാൽ വയ്ക്കില്ല. കാരണം ഭാവി തലമുറയോട് ഭഗവാന് അനുകമ്പയുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ചിലപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം: ഇന്ന് ഇവർ വെളുത്ത വസ്ത്രം ഇവിടെ വിരിച്ചു, നാളെ ഇതിനേക്കാളും വില കൂടിയ വസ്ത്രങ്ങൾ വിരിക്കും. പിന്നെ അതൊരു സമ്പ്രദായമായിട്ട് മാറും. ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും, ഒരുപാട് ധനനഷ്ടവും ഉണ്ടാകും. ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ടാതെ വളരെ സാധാരണ രീതിയിൽ ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചതും മറ്റുള്ളവരെ ഉപദേശിച്ചതും. അതുകൊണ്ടാണ് ആ വെളുത്ത വസ്ത്രങ്ങൾ മടക്കി വയ്ക്കാൻ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ബോധിരാജകുമാരൻ ആ വസ്ത്രങ്ങളെല്ലാം മടക്കി വയ്പ്പിച്ചു. അതിനുശേഷം കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള സീറ്റുകൾ തയ്യാറാക്കി, ആസനങ്ങൾ തയ്യാറാക്കി. അപ്പോൾ ഭഗവാൻ ആ കൊട്ടാരത്തിൽ കയറി. അതിനുശേഷം ഭിക്ഷുക്കൾക്കൊപ്പം ഇരിക്കാനുള്ള ആസനത്തിൽ ഇരുന്നു. അപ്പോൾ ബോധിരാജകുമാരൻ ഭഗവാനെയും അതേപോലെ തന്നെ ഭിക്ഷസംഘത്തെയും സ്വന്തം കൈകൊണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഭോജനം വിളമ്പിയതിന് ശേഷം അവരെ തൃപ്തരാക്കി. ഭഗവാൻ ഭോജനം കഴിച്ചതിന് ശേഷം ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ കൈകളും കഴുകി. ബോധിരാജകുമാരൻ ഭഗവാനേക്കാളും താഴ്ന്ന ഒരു ഇരിപ്പിടത്തിലിരുന്നു, ഒരു വശത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു: ബന്ദേ, ഞാൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്. നഖോ സുഖേന സുഖം അധികന്തഭം, ദുഃഖേനഖോ സുഖം അധികന്തഭന്തി. ബന്ദേ, സുഖത്താൽ ഒരിക്കലും സുഖം ലഭിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ദുഃഖത്താൽ മാത്രമേ നമ്മൾക്ക് സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. രാജകുമാര, ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. എൻ്റെ സംബോധിക്ക് മുൻപ് ഞാൻ ആ രീതിയിൽ തന്നെയാണ് കരുതിയത്. സംബോധിക്ക് മുൻപ് ഞാനൊരു ബോധിസത്വൻ ആയിരുന്ന സമയത്ത് ഞാനും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. സുഖത്താൽ ഒരിക്കലും സുഖം ലഭിക്കുകയില്ല, ദുഃഖത്താൽ മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂ. ഇന്നും ഇതേ രീതിയിൽ കരുതുന്ന ഒരുപാട് പേരുണ്ട്. അവർ ധ്യാനത്തിൽ ഒരിക്കലും സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ദുഃഖം അനുഭവിക്കുന്നതിനാണ് അവർക്ക് താല്പര്യം. കാരണം അവരുടെ വിശ്വാസം അങ്ങനെയാണ്: ദുഃഖം നമ്മൾ എത്രത്തോളം അനുഭവിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പൂർവ്വ സംസ്കാരങ്ങൾ ഇല്ലാതാകും, അപ്പോൾ നമ്മൾക്ക് നിബ്ബാണം അല്ലെങ്കിൽ മുക്തി, മോക്ഷം ലഭിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇന്നും ധാരാളമുണ്ട്. ധ്യാനത്തിൽ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയമാണ്. അതിനെപ്പറ്റി ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ധ്യാനത്തിൽ സുഖം അനുഭവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
എന്ന കാര്യത്തിൽ ഈ സൂത്തം വളരെ വ്യക്തമായിട്ട് ഉള്ള മറുപടി പറയുന്നുണ്ട്. രാജകുമാര, അതിനുശേഷം കുറേ സമയങ്ങൾക്ക് ശേഷം എൻ്റെ തലമുടി മുഴുവൻ കറുത്തിരുന്ന സമയത്ത്, യുവത്വത്തിൻ്റെ സമയത്ത്, എൻ്റെ ഏറ്റവും നല്ല സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നില്ല. അവർ കണ്ണുനീരോടുകൂടി കരഞ്ഞു പറഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ തലമുടിയും താടിയും വടിച്ചതിന് ശേഷം കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവായിട്ട് തീർന്നു. ഞാൻ ഗൃഹത്യാഗം ചെയ്തതിന് ശേഷം കുശലം കാര്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. ഏറ്റവും ഉത്തമമായിട്ടുള്ള ശാന്തി എന്ത് എന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ പുറപ്പെട്ടു. അങ്ങനെ ഞാൻ ആലാര കാലാമൻ്റെ അടുത്തെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, മിത്ര കാലാമ, ഞാൻ താങ്കളുടെ കീഴിൽ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. ആലാര കലാമൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, തീർച്ചയായിട്ടും ആയുഷ്മാൻ, താങ്കൾക്ക് വിഹരിക്കാവുന്നതാണ്. ഈ ധർമ്മം അങ്ങനെയുള്ളതാണ്. പ്രജ്ഞയുള്ള ഒരു വ്യക്തിക്ക് വളരെ വേഗത്തിൽ തന്നെ തൻ്റെ സ്വന്തം അന്തർദൃഷ്ടിയാൽ ഈ കാര്യത്തെ സ്വയം അനുഭവത്തിൽ വരുത്താവുന്നതാണ്. എന്നിട്ട് അതിനെ നേടി ജീവിക്കാവുന്നതാണ്. വളരെ വേഗത്തിൽ തന്നെ ആ ധർമ്മത്തെ ഞാൻ ഓർമ്മിച്ചു. ആ ധർമ്മത്തിൻ്റെ പാരായണവും അതേപോലെ തന്നെ ചൊല്ലലും ഞാൻ ഹൃദയസ്ഥമാക്കി. ആ ധർമ്മത്തെപ്പറ്റി ഞാൻ പറയാൻ തുടങ്ങി. ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞു, കണ്ടു എന്ന് പറയാൻ തുടങ്ങി. മറ്റുള്ളവരും അതേപോലെ തന്നെ അവരും അറിഞ്ഞു, കണ്ടു എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, വെറും വിശ്വാസത്താൽ മാത്രമല്ല ആലാര കലാമൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഈ ധർമ്മത്തെ എൻ്റെ സ്വന്തം അന്തർദൃഷ്ടിയാൽ കണ്ടു. അത് നേടിയതിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ധ്യാനിച്ചുകൊണ്ട് ഈ കാര്യത്തെ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലാര കലാമൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, മിത്ര കലാമ, ഏത് അറ്റം വരെയാണ് താങ്കൾ ഈ ധർമ്മത്തെ കണ്ടിട്ടുള്ളത്? താങ്കളുടെ സ്വന്തം സ്വയദൃഷ്ടിയാൽ ഏത് അറ്റം വരെ ഈ ധർമ്മത്തെ താങ്കൾ അറിഞ്ഞിട്ടുണ്ട്? ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ആലാര കലാമൻ അകിഞ്ചന്യായതനം എന്ന് പറഞ്ഞു. അകിഞ്ചന്യായതനം എന്ന് പറയുന്ന അവസ്ഥ അവിടെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ആലാര കലാമന് മാത്രമല്ല ശ്രദ്ധയുള്ളത്, വീര്യമുള്ളത്, സതിയുള്ളത്, സമാധിയുള്ളത്, പ്രജ്ഞയുള്ളത്. എനിക്കും അതേ രീതിയിലുള്ള ശ്രദ്ധയുണ്ട്, വീര്യമുണ്ട്, സതിയുണ്ട്, സമാധിയുണ്ട്, പ്രജ്ഞയുണ്ട്. എന്തുകൊണ്ട് ആലാര കലാമൻ സ്വയദർശനത്താൽ നേടിയ ആ സത്യത്തെ ഞാനും അറിയാൻ ശ്രമിച്ചുകൂടാ? എന്തുകൊണ്ട് എനിക്കതിന് പരിശ്രമിച്ചുകൂടാ? അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സ്വന്തം അന്തർദൃഷ്ടിയാൽ ഞാൻ ആ ധർമ്മത്തെ മനസ്സിലാക്കി. അതിനെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആലാര കലാമൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, മിത്ര കലാമ, ഈ അവസ്ഥ വരെയാണോ താങ്കൾ ആ ധർമ്മത്തെ സ്വയം മനസ്സിലാക്കിയിട്ടുള്ളത്? സ്വയം മനസ്സിലാക്കി ഇത് ഞാൻ നേടി എന്ന് പറഞ്ഞത് ഈ അവസ്ഥ വരെയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും മിത്രമേ, ഈ അവസ്ഥ വരെയാണ് ഞാൻ ഈ ധർമ്മത്തെ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയത്. മിത്രമേ, ഞാനും ഈ ധർമ്മത്തെ എൻ്റെ സ്വന്തം അനുഭവത്താൽ ഇതുവരെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനും ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. മിത്രമേ, നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്, വളരെ ഭാഗ്യവാന്മാരാണ്. താങ്കളെപ്പോലെയുള്ള ആയുഷ്മാന്മാരെ ഞങ്ങളുടെ സഹബ്രഹ്മചര്യമായിട്ട് കാണുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളവരാണ്. അതിനാൽ ഏതൊരു ധർമ്മത്തെ ഞാൻ സ്വന്തം അന്തർദൃഷ്ടിയാൽ സാക്ഷാത്കരിച്ചുവോ എന്നിട്ട് ജീവിക്കുന്നുവോ, അതേ സത്യത്തെ, അതേ ധർമ്മത്തെ താങ്കളും താങ്കളുടെ അന്തർദൃഷ്ടിയാൽ സാക്ഷാത്കരിച്ചു, അതിനെ നേടിയതിന് ശേഷം താങ്കളും ജീവിക്കുന്നു. ഏതൊരു ധർമ്മത്തെ താങ്കൾ സ്വന്തം അന്തർദൃഷ്ടിയാൽ സാക്ഷാത്കരിച്ച് നേടിയതിന് ശേഷം ജീവിക്കുന്നുവോ, ഞാനും അതേ ധർമ്മത്തെ സ്വന്തം അന്തർദൃഷ്ടിയാൽ മനസ്സിലാക്കി അതിനെ നേടി ജീവിക്കുന്നു. അതിനാൽ ഏതൊരു ധർമ്മത്തെ ഞാൻ അറിയുന്നുവോ താങ്കളും അറിയുന്നു, ഏതൊരു ധർമ്മത്തെ താങ്കൾ അറിയുന്നുവോ അത് ഞാനും അറിയുന്നു. ഞാൻ താങ്കളെപ്പോലെയാണ്, താങ്കൾ എന്നെ പോലെയാണ്. വരൂ മിത്രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഈ സംഘത്തിന് നേതൃത്വം കൊടുക്കാം. അങ്ങനെയാണ് എൻ്റെ ഗുരു ആലാര കലാമൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള എന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഒരു ഗുരുവിൻ്റെ പദവിയിൽ തന്നെ ഇരുത്തിയതിന് ശേഷം എന്നെ ഒരുപാട് പ്രശംസിച്ചത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഈ ധർമ്മം ഒരിക്കലും അനാസക്തിയിലേക്ക് നയിക്കുന്നില്ല, രാഗം ഇല്ലായ്മയിലേക്ക് നയിക്കുന്നില്ല,
നിരോധത്തിലേക്ക് നയിക്കുന്നില്ല, ശാന്തിയിലേക്ക് നയിക്കുന്നില്ല, അന്തർദൃഷ്ടിയിലേക്കോ സംബോധിയിലേക്കോ നിർവ്വാണത്തിലേക്കോ നയിക്കുന്നില്ല. ഇതുമൂലം അകിഞ്ചന്യായതനം എന്ന സ്ഥലത്ത് ആ ബ്രഹ്മലോകത്തിൽ പുനർജന്മം മാത്രമാണ് ലഭിക്കുക. അതിനാൽ ഈ ധർമ്മം സഹായകമല്ല എന്ന് മനസ്സിലാക്കിയതിനാൽ ഹതാശനായിട്ട് ഞാൻ അത് ഉപേക്ഷിച്ചു. വീണ്ടും കുശലകരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഞാൻ വീണ്ടും അലയാൻ തുടങ്ങി. ഏറ്റവും ഉത്തമമായിട്ടുള്ള ശാന്തി എവിടെ ലഭിക്കും എന്ന് അന്വേഷിച്ച് ഞാൻ രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദ്ധകനെ സമീപിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: മിത്രമേ, ഞാൻ താങ്കളുടെ ഈ ധർമ്മവിനയത്തിൽ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉദ്ധക രാമപുത്രൻ ഇങ്ങനെ പറഞ്ഞു: തീർച്ചയായിട്ടും താങ്കൾക്ക് ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ ധർമ്മവിനയം അത്തരത്തിലുള്ളതാണ്. പ്രജ്ഞയുള്ള ഏതൊരു വ്യക്തിക്കും വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ അന്തർദൃഷ്ടിയാൽ ഈ ധർമ്മത്തെ മനസ്സിലാക്കാവുന്നതാണ്. മനസ്സിലാക്കിയതിന് ശേഷം ജീവിക്കാവുന്നതാണ്. ഞാൻ വളരെ വേഗത്തിൽ തന്നെ ആ ധർമ്മത്തെ ഓർത്തെടുത്തു. അതിൻ്റെ ആലാപനവും പാരായണവും എല്ലാം ഹൃദയസ്ഥമാക്കി ആ ജ്ഞാനത്തിൻ്റെ തത്വത്തെപ്പറ്റി ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അത് അറിഞ്ഞു, കണ്ടു എന്ന് ഞാൻ വിശ്വസിച്ചു. അതേപോലെ തന്നെ മറ്റുള്ളവരും അവർ അത് അറിഞ്ഞു, കണ്ടു എന്ന് വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, വെറും വിശ്വാസത്താൽ മാത്രമല്ല രാമൻ ഇങ്ങനെ പ്രഖ്യാപിച്ചത്. ഞാൻ ഈ ധർമ്മത്തെ എൻ്റെ സ്വന്തം സ്വയദർശത്താൽ കണ്ടു, അന്തർദൃഷ്ടിയാൽ കണ്ടു. അത് നേടിയതിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ രാമൻ എന്ന് പറയുന്നത് ഉദ്ധകൻ്റെ പിതാവാണ്. അദ്ദേഹമാണ് ഈ അവസ്ഥ വരെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഉദ്ധകൻ ഈ അവസ്ഥ വരെ എത്തിയിട്ടില്ല. ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രാമനെ പറ്റി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ധർമ്മത്തെ ധ്യാനിച്ച് സ്വയം അറിഞ്ഞിരിക്കാം, കണ്ടിരിക്കാം. അപ്പോൾ ഞാൻ രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദ്ധകൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: മിത്രമേ, ഏത് അവസ്ഥ വരെയാണ് രാമൻ ഈ ധർമ്മത്തെ സ്വന്തം അന്തർദൃഷ്ടിയാൽ ദർശിച്ചത്? ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഉദ്ധക രാംപുത്തൻ നേവസന്യാ നാസന്യായതനം എന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു. അതായത് സംഖ്യയുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോൾ രാജകുമാര, എനിക്ക് ഇങ്ങനെ തോന്നി, രാമന് മാത്രമല്ല ശ്രദ്ധയുള്ളത്, വീര്യമുള്ളത്, സതിയുള്ളത്, സമാധിയുള്ളത്, പ്രജ്ഞയുള്ളത്. എനിക്കും അതേപോലെ തന്നെയുള്ള ശ്രദ്ധയുണ്ട്, വീര്യമുണ്ട്, സതിയുണ്ട്, സമാധിയുണ്ട്, പ്രജ്ഞയുണ്ട്. രാമൻ ഏതൊരു സത്യത്തെ സ്വന്തം പ്രയത്നത്താൽ, സ്വന്തം അന്തർദൃഷ്ടിയാൽ കണ്ടുവോ, ആ സത്യത്തെ സ്വന്തം അന്തർദൃഷ്ടിയാൽ കാണാൻ എന്തുകൊണ്ട് ഞാനും പ്രയത്നിച്ചുകൂടാ? അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ധർമ്മത്തെ ഞാൻ സ്വന്തം അന്തർദൃഷ്ടിയാൽ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉദ്ധക രാമപുത്രൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: മിത്രമേ, രാമൻ അദ്ദേഹത്തിൻ്റെ അന്തർദൃഷ്ടിയാൽ ഈ സത്യത്തെ ഈ അറ്റം വരെയാണോ സാക്ഷാത്കരിച്ചത്? ഇത്രയും കണ്ടിട്ടാണോ അദ്ദേഹം അതിനെ നേടി ജീവിച്ചത്? തീർച്ചയായിട്ടും മിത്രമേ, രാമൻ ഈ ധർമ്മത്തെ ഇതുവരെയാണ് സാക്ഷാത്കരിച്ചത്, ഈ അറ്റം വരെയാണ് സാക്ഷാത്കരിച്ചത്. മിത്രമേ, ഞാനും ഈ ധർമ്മത്തെ എൻ്റെ അന്തർദൃഷ്ടിയാൽ ഇതുവരെയാണ് സാക്ഷാത്കരിച്ചിട്ടുള്ളത്. ഇതുവരെ സാക്ഷാത്കരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. മിത്രമേ, നമ്മൾ ഭാഗ്യവാന്മാരാണ്, വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. താങ്കളെപ്പോലെയുള്ള ഒരു ആയുഷ്മാനെ സഹബ്രഹ്മചാരിയായിട്ട് കാണാൻ ഞാൻ വളരെ ഭാഗ്യമുള്ളവനാണ്. അതിനാൽ ഏതൊരു ധർമ്മത്തെ രാമൻ സ്വന്തം അന്തർദൃഷ്ടിയാൽ കണ്ട് അത് നേടി ജീവിച്ചു പോവും, അതേ ധർമ്മത്തെ താങ്കളും സ്വന്തം അന്തർദൃഷ്ടിയാൽ കണ്ട് അതിനെ നേടി ജീവിക്കാൻ തുടങ്ങി. അതിനാൽ ഏതൊരു ധർമ്മത്തെ രാമൻ സ്വന്തം ദർശനത്താൽ അറിഞ്ഞുവോ, അതിനെ താങ്കളും അറിഞ്ഞു. ഏതൊരു ധർമ്മത്തെ താങ്കൾ അറിഞ്ഞുവോ, അതിനെ രാമനും അറിഞ്ഞു. അതിനാൽ രാമൻ താങ്കളെപ്പോലെയാണ്, താങ്കൾ രാമനെ പോലെയാണ്. അതിനാൽ മിത്രമേ വരൂ, ഈ സംഘത്തെ ഇനി താങ്കൾ നയിക്കുക. അങ്ങനെയാണ് രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദ്ധകൻ, അദ്ദേഹം എന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് എന്നിൽ ഒരുപാട് പ്രശംസ ചൊരിഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഈ ധർമ്മം ഒരിക്കലും അനാസക്തിക്ക്, രാഗമില്ലായ്മയ്ക്ക്, നിരോധത്തിന്
ശാന്തിക്ക്, അന്തർദൃഷ്ടിക്ക്, സംബോധിക്ക്, നിർവ്വാണത്തിന് കാരണമായിട്ട് തീരുന്നില്ല. ഈ ധർമ്മം നേവസന്യ നാസന്യായതന ലോകത്തിൽ പുനർജന്മം തരുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതായത് അരൂപ ബ്രഹ്മലോകത്ത് പുനർജന്മം മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജകുമാര, അതിനാൽ ഈ ധർമ്മം അനുയോജ്യമല്ല എന്ന് കണ്ടതിനാൽ ഹതാശനായിട്ട് ഞാൻ ആ ധർമ്മത്തെ ഉപേക്ഷിച്ചു. ഏറ്റവും ഉയർന്ന ശാന്തി ഏത്, കുശലമായിട്ടുള്ള ധർമ്മം ഏത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ക്രമേണ മഗധ രാജ്യത്തൂടെ നടന്ന് ഉരുവേളിയിലുള്ള സേനാനിഗമ എന്ന സ്ഥലത്തെത്തി. അവിടെ ഞാൻ മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനം കണ്ടു, വളരെ സുന്ദരമായിട്ടുള്ള ഒരു വനം കണ്ടു. അതിൻ്റെ അടുത്ത് തന്നെ വളരെ തെളിഞ്ഞ ജലമുള്ള ഒരു നദിയും കണ്ടു. അതിൻ്റെ കരകൾ സമതലമായിരുന്നു. അടുത്ത് തന്നെ ഭിക്ഷാടനത്തിന് ഒരു ഗ്രാമവും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഈ ഉദ്യാനം തീർച്ചയായിട്ടും സുന്ദരമാണ്, ഈ വനവും വളരെ സുന്ദരമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ വളരെ നല്ല ശുദ്ധമായിട്ടുള്ള ജലമുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ കരകൾ വളരെ സമതലമാണ്. അടുത്ത് തന്നെ ഭിക്ഷാടനത്തിന് ഒരു ഗ്രാമവുമുണ്ട്. ഏതൊരു കുലപുത്രൻ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിക്ക് ശ്രമിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് തന്നെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, പരിശ്രമിക്കാൻ യോഗ്യമായിട്ടുള്ള സ്ഥലം ഇത് തന്നെയാണ്. അപ്പോൾ മുൻപ് പഠിച്ചിട്ടില്ലാത്ത 3 ഉപമകൾ എൻ്റെ മനസ്സിൽ വന്നു. അത് അശരീരിയായിരുന്നില്ല, ഞാൻ നേരത്തെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ലായിരുന്നു. ഉദാഹരണത്തിന്, ജലാംശമുള്ള ഒരു പച്ചത്തടി അത് വെള്ളത്തിൽ കിടക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ഒരു വ്യക്തി അരണിയുടെ കോലുമായിട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഈ തടിയിൽ നിന്ന് തീയും അതേപോലെ തന്നെ ചൂടും ഉണ്ടാക്കും. അതായത് പണ്ടുകാലത്ത് തീപ്പെട്ടി തുടങ്ങിയ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് അവർ അഗ്നി ഉണ്ടാക്കിയിരുന്നത് അരണിയുടെ കോലുകൊണ്ട് കടഞ്ഞുകൊണ്ടാണ് അവർ തീയുണ്ടാക്കിയത്. അരണി എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അഗ്നി ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നും ബ്രാഹ്മണന്മാർ നടത്തുന്ന പല യജ്ഞത്തിലും അഗ്നി ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. അരണി കടഞ്ഞിട്ടാണ് അവർ അഗ്നി ഉണ്ടാക്കുന്നത്. രാജകുമാര, താങ്കൾ എന്താണ് കരുതുന്നത്? ആ അരണി പച്ചയായിട്ടുള്ള നീരുള്ള വെള്ളത്തിൽ കിടക്കുന്ന ആ തടിയിൽ കടഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് തീയും അതേപോലെ തന്നെ ചൂടും ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ തടി പച്ചയാണ്, അതിൽ നീരുള്ളതാണ്, അത് വെള്ളത്തിൽ കിടക്കുകയാണ്. ആ വ്യക്തി അവസാനം ക്ഷീണിക്കും, ആ വ്യക്തിക്ക് മനപ്രയാസമുണ്ടാകും. അതുപോലെ തന്നെ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ഒരിക്കലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നില്ല. മനസ്സിനെയും അതേപോലെ തന്നെ ശരീരത്തിനെയും ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നില്ല. അവർ അവരുടെ ഉള്ളിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹത്തെ ശമിപ്പിച്ചില്ല. അതിനുള്ള രാഗത്തിനെ, അതിനോടുള്ള തൃഷ്ണയെ, അതിനോടുള്ള ആഗ്രഹത്തെ, അതിനോടുള്ള അഭിലാഷത്തെ, ദാഹത്തെ അവർ ശമിപ്പിച്ചിട്ടില്ല. അതിനാൽ അവരുടെ ശരീരത്തിൽ വളരെ കടുത്ത വേദനയുള്ള, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, കഷ്ടമുണ്ടാക്കുന്ന വേദനകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ജ്ഞാനമോ ദർശനമോ സംബോധിയോ ഉണ്ടാകുന്നതല്ല. അതായത് ഇവിടെ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ അഗ്നി അല്ലെങ്കിൽ സംബോധി അല്ലെങ്കിൽ നിബ്ബാണം ഉണ്ടാകണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ അഗ്നി ഉണ്ടാകണം. ജ്ഞാനത്തിൻ്റെ അഗ്നി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൽ ഈർപ്പം പാടില്ല, ജലാംശം പാടില്ല. ഈ ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ആ ഈർപ്പം തന്നെയാണ്, ജലാംശം തന്നെയാണ്. അതുള്ളിടത്തോളം കാലം അവിടെ അഗ്നി ഉണ്ടാവില്ല അല്ലെങ്കിൽ സംബോധി ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം ഈ ഉപമയിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത്. ഏതൊരു വ്യക്തി 5 ഇന്ദ്രിയങ്ങളുടെ സുഖത്തിൽപ്പെട്ട് കിടക്കുന്നുവോ അവിടെ ഒരിക്കലും അഗ്നി ഉണ്ടാവില്ല. അതാണ് അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആദ്യത്തെ ഉപമ. രാജകുമാര, പിന്നീട് രണ്ടാമത്തെ ഉപമ എൻ്റെ മനസ്സിൽ വന്നു. ഉദാഹരണത്തിന്, ഒരു പച്ചയായിട്ടുള്ള നീരുള്ള ഒരു തടി ഉണ്ട് എന്ന് കരുതുക. അത് ജലാശയത്തിൽ നിന്ന് വളരെ ദൂരെ ഉണങ്ങിയ ഭൂപ്രദേശത്താണ് കിടക്കുന്നത്, ഉണങ്ങിയ സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു അരണിയുടെ കോലുമായിട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ തീർച്ചയായിട്ടും ഇതിൽ നിന്ന്
അഗ്നിയും അതേപോലെ തന്നെ ചൂടും ഉണ്ടാക്കും. രാജകുമാര, താങ്കൾ എന്ത് കരുതുന്നു? ആ അരണിയെ പച്ചയായിട്ടുള്ള നീരുള്ള ആ തടിയിൽ കടഞ്ഞുകൊണ്ട്, ആ തടി വെള്ളത്തിൽ നിന്ന് ദൂരെയാണ്, ഉണങ്ങിയ സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത്. ആ വ്യക്തിക്ക് തീയും അതേപോലെ തന്നെ ചൂടും ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ തടി കഷ്ണം ഇപ്പോഴും പച്ചയാണ്, അതിൽ നീരുള്ളതാണ്. അത് വെള്ളത്തിലല്ല കിടക്കുന്നത്, ജലാംശമില്ലാത്ത ഈർപ്പമില്ലാത്ത കരയിൽ തന്നെയാണ് കിടക്കുന്നത്. അതുമൂലം ആ വ്യക്തി ആത്യന്തികമായിട്ട് ക്ഷീണിക്കും, മനപ്രയാസമുണ്ടാകും. ഇതേപോലെ തന്നെ രാജകുമാര, ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. എന്നാൽ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തിയെ അവർ ശാന്തമാക്കിയിട്ടില്ല. അതിനോടുള്ള ആഗ്രഹത്തെ, അതിനോടുള്ള സ്നേഹത്തെ, അതിനോടുള്ള പ്രേമത്തെ, അതിനോടുള്ള ദാഹത്തെ അവർ ശാന്തമാക്കിയിട്ടില്ല. അതിനാൽ ആ വ്യക്തി തൻ്റെ ഉള്ളിൽ പ്രയത്നം കൊണ്ട് എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള, പ്രശ്നമുള്ള, വേദനയുള്ള, സുഖകരമല്ലാത്ത അനുഭവങ്ങൾ അനുഭവിച്ചാലും ആ വ്യക്തിക്ക് ഒരിക്കലും ജ്ഞാനമോ ദർശനമോ ഉണ്ടാകുകയില്ല, സംബോധിയും ആ വ്യക്തിക്ക് ഉണ്ടാകുകയില്ല. ഇതാണ് എനിക്ക് രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിൽ ഉയർന്ന ഉപമ. രാജകുമാര, ആ സമയത്ത് ഒരു മൂന്നാമത്തെ ഉപമ എൻ്റെ മനസ്സിൽ ഉണ്ടായി. ഉദാഹരണമായിട്ട് വളരെ നല്ല പോലെ ഉണങ്ങിയിട്ടുള്ള, ഈർപ്പം ഒട്ടും ഇല്ലാത്ത ഒരു തടി കഷ്ണം ഉണ്ട്. അത് ഉണങ്ങിയ സ്ഥലത്ത് കിടക്കുകയാണ്, വെള്ളത്തിൽ നിന്ന് ദൂരെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു അരണിയുടെ കോലുമായിട്ട് വരികയാണ്, ചിന്തിക്കുകയാണ്, തീർച്ചയായിട്ടും ഞാൻ ഈ തടിയിൽ നിന്ന് അഗ്നിയും ചൂടും ഉണ്ടാക്കും. രാജകുമാര, താങ്കൾ എന്ത് കരുതുന്നു? ആ അരണിയെ ആ ഉണങ്ങിയ തടിയിൽ, ജലാംശമില്ലാത്ത ആ തടിയിൽ കടഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് അഗ്നിയും അതേപോലെ തന്നെ ചൂടും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായും ബന്ദേ. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ തടി ഉണങ്ങിയതാണ്, അതിൽ ഒട്ടും തന്നെ ഈർപ്പമില്ല. അതുകൂടാതെ വെള്ളത്തിലല്ല അത് കിടക്കുന്നത്, ഉണങ്ങിയ കരയിലാണ് അത് കിടക്കുന്നത്. അതുപോലെ തന്നെ രാജകുമാര, ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ സ്വന്തം ശരീരത്തിനെയും അതേപോലെ തന്നെ മനസ്സിനെയും ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൂടാതെ അവരുടെ ഉള്ളിൽ ആ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തിയെ, സ്നേഹത്തെ, പ്രേമത്തെ, ദാഹത്തെ അവർ ഇല്ലാതാക്കി. അതിനാൽ അവരുടെ ഉള്ളിൽ വേദനയുള്ള, കഷ്ടമുള്ള, ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ പ്രയത്നത്താൽ അവർക്ക് ജ്ഞാനവും ദർശനവും ഉണ്ടാകാൻ സാധിക്കും, സംബോധി ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഇവിടെ പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന അതല്ല നമ്മളുടെ മുക്തിക്ക് കാരണം. പക്ഷേ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി, അതിനോടുള്ള ദാഹം, അതിനോടുള്ള പ്രേമം നമ്മുടെ ഉള്ളിൽ പരിപൂർണമായിട്ടും നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ നിബ്ബാണം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്, ജ്ഞാനദർശനം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. എങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഇന്ദ്രിയ സുഖങ്ങളോട് ആസക്തിയുണ്ട്, തൃഷ്ണയുണ്ട്, ആഗ്രഹമുണ്ട്, അഭിനിവേശമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് സംബോധി ലഭിക്കുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാൽ മുക്തിക്ക് കാരണം ശരീരത്തിലെ വേദനയോ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെയല്ല, നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി ഇല്ലായ്മ ചെയ്യലാണ്. അതാണ് മുക്തിക്കുള്ള വഴി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആ ആസക്തിയെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി ബന്ദേ വിമലാരംസി പറഞ്ഞിട്ടുള്ള സിക്സാർ തന്നെയാണ്. അത് സൂത്രങ്ങളോട് വളരെ യോജിക്കുന്നതാണ്. കാരണം ഏത് സമയത്ത് ഈ രാഗദ്വേഷ ചിന്തകൾ വരുന്നുവോ ഉടൻ തന്നെ നമ്മളത് സിക്സാർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നു. രാജകുമാര, ഇതാണ് ഈ മൂന്നാമത്തെ ഉപമ എൻ്റെ മനസ്സിൽ വന്നത്. ഈ മൂന്ന് ഉപമകളും പണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളതല്ല, അശരീരിയാൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായതല്ല, എന്നാൽ സ്വയം എൻ്റെ മനസ്സിൽ വന്ന ഉപമകളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഞാൻ എന്തുകൊണ്ട് എൻ്റെ പല്ലുകൾ ഞെരിച്ച് എൻ്റെ നാവിനെ വായുടെ മുകളിൽ അമർത്തി മനസ്സിനെ മനസ്സുകൊണ്ട് അമർത്തിക്കൂടാ, ഞെരിച്ചുകൂടാ, അമർത്തിക്കൂടാ? അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ എൻ്റെ കക്ഷങ്ങളിൽ നിന്ന് വിയർപ്പ് ഒഴുകാൻ തുടങ്ങി. ബലവാനായിട്ടുള്ള പുരുഷൻ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിയുടെ തല, കഴുത്ത് അല്ലെങ്കിൽ തോളുകളിലെ അമർത്തുന്ന സമയത്ത്, ഞെരിക്കുന്ന സമയത്ത്, പിഴിയുന്ന സമയത്ത് ഏതൊരു വേദന അനുഭവിക്കുന്നുവോ ആ വേദന ഞാൻ അനുഭവിച്ചു.
അതായത് മനസ്സിൽ ഇതേ രീതിയിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹം വരുന്ന സമയത്ത് ബലപൂർവം അതിനെ നിർത്തുന്നതിന് ഇവിടെ ഭഗവാൻ പ്രയത്നിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് നാവിനെ വായുടെ മുകളിൽ അമർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞെരിച്ചു, ചവിട്ടി മെതിച്ചു, അതിന് സമ്മർദ്ദം ചെലുത്തി, അതിന് പിഴിഞ്ഞു. അപ്പോൾ എൻ്റെ കക്ഷത്തിൽ നിന്ന് വിയർപ്പ് ഒഴുകാൻ തുടങ്ങി. എൻ്റെ വീര്യം ഉയർന്നതായിരുന്നു, അല്പം പോലും അയവില്ലാത്തതായിരുന്നു. എൻ്റെ സതി അല്ലെങ്കിൽ ജാഗ്രത പ്രതിഷ്ഠിതമായിരുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായിരുന്നു. അത് പ്രശാന്തമായിരുന്നില്ല. എന്തെന്നാൽ ഞാൻ അതിന് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ തെറ്റ് തന്നെയാണ് ഇന്നും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ കഠിനമായിട്ട് പ്രയത്നിക്കുന്നു. അതുമൂലം അവരുടെ ശരീരത്തിൽ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള വേദനകൾ ഉണ്ടാകുന്നു. ശരീരത്തെ റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അയച്ചുവിടാൻ അവർ ഒരിക്കലും പരിശീലിച്ചിട്ടില്ല. അതുമൂലം അവർ നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് തെറ്റായിട്ടുള്ള പരിശ്രമമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെ ശരീരത്തെ പ്രശാന്തമാക്കിയിട്ടില്ല, ശരീരത്തിനെ റിലാക്സ് ചെയ്തിട്ടില്ല, അയച്ചു വിട്ടിട്ടില്ല. അതുമൂലം ശരീരത്തിൽ ഒരുപാട് കഠിനമായിട്ടുള്ള വേദനകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് സമാധിസ്ഥമാകില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കായോ ഹോതി അപ്പടിപ്പസദ്ധോ, അതായത് എൻ്റെ ഈ ശരീരം പ്രശാന്തമല്ല, അതിനെ ഞാൻ റിലാക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ബന്ദേ വിമലാരംസിയുടെ 6R എന്നുള്ള കാര്യം ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള കാര്യമായിട്ട് മാറുന്നത്. കാരണം അവിടെ റിലാക്സ് എന്ന സ്റ്റെപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എന്തുകൊണ്ട് ഞാൻ ശ്വാസം നിർത്തിക്കൊണ്ട് ധ്യാനിച്ചുകൂടാ? അപ്പാണകം ഏവ, അതായത് ശ്വാസം നിർത്തിക്കൊണ്ട് ധ്യാനിച്ചുകൂടാ? അതായത് പണ്ടും ഇതേപോലത്തുള്ള യോഗ അഭ്യസിക്കുന്നവർക്കൊരു ഭ്രമമുണ്ടായിരുന്നു, മനസ്സും ശ്വാസവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ മനസ്സിനെ നിർത്താൻ എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിനെ നിർത്താനുള്ള മറ്റു വഴിയൊന്നും അറിയില്ല. അപ്പോൾ ശ്വാസം നിർത്തി കഴിഞ്ഞാൽ മനസ്സ് നിൽക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ കുംഭകം പരിശീലിക്കും, ബാഹ്യകുംഭകം അല്ലെങ്കിൽ അന്തകുംഭകം. അപ്പോൾ കുറച്ച് സമയത്തേക്ക് അവരുടെ മനസ്സ് ഏകാഗ്രമായി എന്ന് അവർക്ക് തോന്നുന്നു. പക്ഷേ അത് വളരെ ഹാനികരമായിട്ടുള്ള ഒരു അഭ്യാസമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് കാരണം ഇന്ന് മിക്ക യോഗ അധ്യാപകരും കുംഭകത്തിന് നിർദ്ദേശിക്കാറില്ല. അത് വളരെ അപകടമായിട്ടുള്ള ഒരു പരിശീലനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ എന്നാലും ഇന്നും പലരും ഈ രീതിയിലുള്ള കുംഭകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ശ്വാസം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുണ്ടലിനി ഉണരുമെന്നും അതുമൂലം നമ്മൾക്ക് ജ്ഞാനം ദർശനം കിട്ടുമെന്നും എന്നെല്ലാം പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കുണ്ടലിനിയെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ രാജകുമാര, ഞാൻ എൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള ശ്വാസത്തെ നിർത്തിക്കൊണ്ട് ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് എൻ്റെ കാതിലൂടെ ആ വായു വളരെ ശക്തമായിട്ടുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുറത്തു വരാൻ തുടങ്ങി. ഒരു കൊല്ലൻ്റെ ആലിയിലെ ഉലിയുടെ ശബ്ദം പോലെയായിരുന്നു ആ ശബ്ദം. എൻ്റെ വീര്യം വളരെ ഉയർന്നതായിരുന്നു, അതിന് ഒട്ടും തന്നെ കമ്മി ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ സതി അല്ലെങ്കിൽ ജാഗ്രത പ്രതിഷ്ഠിതമായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം ശാന്തമായിരുന്നില്ല. എന്തെന്നാൽ ആ വേദനാജനകമായിട്ടുള്ള അഭ്യാസത്തെ ഞാൻ കൂടുതൽ പരിശീലിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് ഞാൻ വീണ്ടും ഈ ശ്വാസം നിർത്തിക്കൊണ്ടുള്ള ധ്യാനം അഭ്യസിച്ചുകൂടാ? ഈ അഭ്യാസം ഞാൻ എന്തുകൊണ്ട് തുടർന്നുകൂടാ? ശ്വാസം നിർത്തിക്കൊണ്ടുള്ള കുംഭകത്തിൻ്റെ അഭ്യാസം ഏറ്റവും കൂടുതൽ ഭഗവാനാണ് ചെയ്യുന്നുള്ളത് എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് യാതൊരുവിധ അനുഭവവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. വളരെ ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യം എല്ലാ യോഗ ചെയ്യുന്ന വ്യക്തികളും ഈ സൂത്രം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ യോഗ ചെയ്യുന്ന മറ്റുള്ള വ്യക്തികൾക്ക് ഈ സൂത്രം അയച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം കുംഭകത്തിലൂടെ ഭഗവാന് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ പോലെ കുംഭകം അഭ്യസിച്ച മറ്റൊരു വ്യക്തിയും ഈ ലോകത്ത് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പോൾ രാജകുമാര, ഞാൻ വീണ്ടും എൻ്റെ വായിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും ഉള്ള ശ്വാസത്തെ നിർത്തിക്കൊണ്ട് ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ തലയിലേക്ക് ആ വായു ഇരച്ചു കയറി. ഒരു ബലവാനായിട്ടുള്ള പുരുഷൻ ഒരു മൂർച്ചയേറിയ ആണി കൊണ്ട് തലയെ പിളർക്കുന്നത് പോലെയുള്ള വേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. എൻ്റെ വീര്യം വളരെ ഉയർന്നിരുന്നു, അതിന് ഒട്ടും തന്നെ കമ്മിയില്ലായിരുന്നു. മനസ്സിൽ എൻ്റെ സതി പ്രതിഷ്ഠിതമായിരുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായിരുന്നു. ശരീരം പ്രശാന്തമായിരുന്നില്ല. എന്തെന്നാൽ വേദനയുള്ള പരിശ്രമമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എന്തുകൊണ്ട് ശ്വാസം നിർത്തിയിട്ടുള്ള ധ്യാനം ഞാൻ വീണ്ടും അഭ്യസിച്ചുകൂടാ? അപ്പോൾ വീണ്ടും
വായിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയുമുള്ള ശ്വാസത്തെ നിർത്തിക്കൊണ്ട് ഞാൻ അഭ്യസിക്കാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് എനിക്ക് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു തലവേദനയാണ് ഉണ്ടായത്. ബലവാനായിട്ടുള്ള ഒരു പുരുഷൻ തുകലിൻ്റെ ഒരു പട്ട കൊണ്ട് എൻ്റെ തലയെ കെട്ടി അതുപോലെയുള്ള വേദനയായിരുന്നു എനിക്ക് അനുഭവമായത്. ഇന്നും പലരും ഈ രീതിയിൽ തെറ്റായിട്ടുള്ള ധ്യാനം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കുംഭകത്തിൻ്റെ ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് അവർക്ക് തലവേദന ഉണ്ടാകുന്നതായിട്ട് അനുഭവം ഉണ്ടാകും. നിങ്ങൾക്ക് ധ്യാനിക്കുന്ന സമയത്ത് തലവേദന ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ധ്യാനിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ റിലാക്സ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ശരീരത്തിനെയും മനസ്സിനെയും പ്രശാന്തമാക്കുന്നില്ല എന്നാണ് അതിന് അർത്ഥം. അപ്പോൾ എൻ്റെ വീര്യം വളരെ കൂടിയിട്ടുണ്ടായിരുന്നു. വീര്യത്തിൽ ഒട്ടും തന്നെ കമ്മിയില്ലായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ സതി പ്രതിഷ്ഠിതമായിരുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായിരുന്നു. ശരീരം ശാന്തമായിരുന്നില്ല. അത്ര ദുഃഖകരമായിട്ടുള്ള പ്രയത്നമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എന്തുകൊണ്ട് ശ്വാസം നിർത്തിയുള്ള അഭ്യാസം ഞാൻ വീണ്ടും തുടർന്നുകൂടാ? അപ്പോൾ ഞാൻ വീണ്ടും വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നുമുള്ള ശ്വാസത്തെ നിർത്തിക്കൊണ്ട് അഭ്യസിക്കാൻ തുടങ്ങി. അപ്പോൾ വളരെ വലിയ ഒരു വായു എൻ്റെ ഉദരത്തെ പിളർക്കാൻ തുടങ്ങി. ഒരു പശുവിനെ വധിക്കുന്ന ഒരു വ്യക്തി തൻ്റെ കത്തി കൊണ്ട് എപ്രകാരം എൻ്റെ വയറിനെ കീറി മുറിക്കുന്നുവോ അതുപോലെയുള്ള വേദനയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എന്നാലും എൻ്റെ വീര്യം വളരെ ഉയർന്നതായിരുന്നു. അത് ഒട്ടും തന്നെ കമ്മിയില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ സതി പ്രതിഷ്ഠിതമായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം ഒരുപാട് വേദന ഉള്ളതായിരുന്നു. അത് പ്രശാന്തമായിരുന്നില്ല. എന്തെന്നാൽ വളരെ ദുഃഖകരമായിട്ടുള്ള പ്രയത്നമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബന്ദേ വിമലാരംസി വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നത്, ഒരു കാരണവശാലും നമ്മൾ കഠിനമായിട്ട് യത്നിക്കരുത്. ശരീരത്തിൽ വേദന ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ യത്നിക്കരുത്. ശരീരത്തിനെ മനസ്സിനെ നല്ലപോലെ റിലാക്സ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ പ്രശാന്തമാക്കിക്കൊണ്ട് വേണം ധ്യാനിക്കാൻ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. ഇങ്ങനെ ശരീരത്തിനെയും മനസ്സിനെയും റിലാക്സ് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് പേരും ധ്യാനത്തിൽ മുന്നേറാതിരിക്കുന്നത്. അവർ കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്യുന്നു, പക്ഷെ അത് തെറ്റായിട്ടുള്ള പ്രയത്നമാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ശ്വാസം നിർത്തിയിട്ടുള്ള അഭ്യാസം എനിക്ക് തുടർന്നുകൂടാ? അപ്പോൾ ഞാൻ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നുമുള്ള ശ്വാസത്തെ നിർത്തിക്കൊണ്ട് ഞാൻ അഭ്യസിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ശരീരത്തിൽ വളരെ കഠിനമായിട്ടുള്ള ചൂടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ബലവാന്മാരായിട്ടുള്ള രണ്ട് പുരുഷന്മാർ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിയെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കത്തുന്ന കൽക്കരിക്ക് മുകളിൽ കാണിക്കുന്നത് പോലെയുള്ള ചൂടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പലരും തെറ്റായിട്ടുള്ള പ്രാണായാമം ചെയ്യുന്നതുകൊണ്ട് ഇത്തരം ശരീരത്തിൽ ചൂട് അനുഭവിക്കാറുണ്ട്. അത് അവസാനം ഭ്രാന്തിലേക്കാണ് നയിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശ്വാസം നിർത്തിയുള്ള ക്രിയകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ തീർച്ചയായിട്ടും ചൂട് കൂടും. അത് മനസ്സിൻ്റെ ഭ്രാന്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. പലരും ഈ രീതിയിലുള്ള ശ്വാസത്തിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സിനെ ഏത് രീതിയിൽ സമാധിസ്ഥമാക്കാം എന്നുള്ള ശരിയായിട്ടുള്ള വഴി അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് ശ്വാസത്തിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാം എന്ന് പറയുന്ന ഇന്ന് പല രീതിയിലുള്ള ശ്വസന വ്യായാമങ്ങൾ നടക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് അവരുടെ ശിഷ്യന്മാർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിനെ സമാധിസ്ഥമാക്കാനുള്ള ഉപായം എന്നോ നഷ്ടമായി. അത് കാരണമാണ് അവർ ഈ ശ്വസന വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കുന്നത്. എൻ്റെ വീര്യം വളരെ ഉയർന്നതായിരുന്നു. അതിൽ അല്പം പോലും കമ്മിയില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ സതി വളരെ പ്രതിഷ്ഠിതമായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം ശാന്തമായിരുന്നില്ല. അതിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു. എന്തെന്നാൽ ആ ദുഃഖകരമായിട്ടുള്ള അഭ്യാസത്തിന് ഞാൻ ഒരുപാട് പ്രയത്നിച്ചു. അപ്പോൾ ചില ദേവതമാർ എന്നെ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു, ശ്രമണ ഗൗതമൻ മരിച്ചു. മറ്റുള്ള ചില ദേവതകൾ പറഞ്ഞു, ശ്രമണ ഗൗതമൻ മരിച്ചിട്ടില്ല, പക്ഷെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ചില ദേവതമാർ പറഞ്ഞു, ശ്രമണ ഗൗതമൻ മരിച്ചിട്ടില്ല, മരിച്ചുകൊണ്ടിരിക്കുന്നതുമില്ല. ശ്രമണ ഗൗതമൻ ഒരു അർഹന്തനാണ്. ഇങ്ങനെയാണ് അർഹന്തന്മാർ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എന്തുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസത്തിലൂടെ അഭ്യസിച്ചുകൂടാ? ഇന്നത്തെ പോലെ അന്നും ഈ തരത്തിലുള്ളൊരു ഭ്രമം ഉണ്ടായിരുന്നു. ഉപവാസത്തിലൂടെ നമ്മൾക്ക് മുക്തി ലഭിക്കുന്നതാണ്. അതിനാൽ പണ്ട് ആ രീതിയിലുള്ള കഠിന തപശ്ചര്യ ഉണ്ടായിരുന്നു, ഭക്ഷണത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ടുള്ള തപസ്. പക്ഷേ ആ സമയത്ത് ദേവതമാർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഭക്ഷണത്തെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കരുത്. അങ്ങനെ താങ്കൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ദിവ്യമായിട്ടുള്ള ഓജസ് താങ്കളുടെ തൊലിയിലുള്ള സുഷിരത്തിലൂടെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. അതുമൂലം താങ്കൾ ജീവിക്കും.
അതായത് പരിപൂർണമായിട്ട് ഭക്ഷണം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം മരിച്ചേക്കാം. അതുകൊണ്ടാണ്, അത് ഭയന്നിട്ടാണ് ദേവതമാർ പറഞ്ഞത്, ഞങ്ങൾ ദിവ്യമായിട്ടുള്ള ഓജസ് താങ്കളുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കും, അതുമൂലം താങ്കൾ ജീവിക്കും എന്ന്. അപ്പോൾ രാജകുമാര, എനിക്ക് ഇങ്ങനെ തോന്നി, ഞാൻ പൂർണ്ണമായിട്ട് ഉപവസിച്ചു എന്ന് ഞാൻ അവകാശവാദം ചെയ്യുകയാണ്. പക്ഷേ അതേ സമയത്ത് ഈ ദേവതമാർ ദിവ്യമായിട്ടുള്ള ഓജസ് എൻ്റെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അത് കാരണം ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഒരു നുണയായിട്ട് മാറും. അപ്പോൾ ആ ദേവതമാരെ ഞാൻ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഓരോ സമയത്തും വളരെ കുറച്ച് ഭക്ഷണം ഞാൻ കഴിച്ചുകൂടാ? ചെറുപയർ തിളപ്പിച്ച വെള്ളമോ, മുതിര തിളപ്പിച്ച വെള്ളമോ, കടല തിളപ്പിച്ച വെള്ളമോ, അങ്ങനെ എന്തെങ്കിലും കുറച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ജീവിച്ചുകൂടാ? അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം വളരെ ദുർബലമായി, വളരെയധികം മെലിഞ്ഞു. ഭക്ഷണം വളരെ കുറച്ച് കഴിച്ചത് മൂലം എൻ്റെ കാലുകൾ 80 വയസ്സുള്ള ഒരു വ്യക്തിയുടെ കാലുകൾ പോലെയായി, അല്ലെങ്കിൽ മരിച്ച ഒരു വ്യക്തിയുടെ കാലുകൾ പോലെയായി. എൻ്റെ പിൻഭാഗം ഒരു ഒട്ടകത്തിൻ്റെ കാലുകൾ പോലെയായി. എൻ്റെ നട്ടെല്ലുകൾ മുത്തുകൾ കോർത്ത ഒരു മാല പോലെയായി. എൻ്റെ വാരിയെല്ലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ കുടിലിൻ്റെ കഴുക്കോൾ പോലെ പുറത്ത് കാണാമായിരുന്നു. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചത് മൂലം എൻ്റെ കണ്ണുകൾ ഒരുപാട് കുഴിഞ്ഞുപോയി. വെള്ളം വറ്റിയ കിണറിൻ്റെ അടിത്തട്ടിൽ കാണുന്ന വെള്ളം പോലെ എൻ്റെ കണ്ണുകൾ ആയി. വളരെ കുറച്ച് ഭക്ഷിച്ചത് മൂലം എൻ്റെ തലയിലെ തൊലി കാറ്റും വെയിലും കണ്ട ഒരു പാവയ്ക്ക പോലെ ചുളിഞ്ഞു. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചത് മൂലം എൻ്റെ വയറിലെ തൊലി എൻ്റെ നട്ടെല്ലിൽ ഒട്ടിച്ചേർന്നു. എൻ്റെ വയറിനെ ഞാൻ തടവുന്ന സമയത്ത് എനിക്ക് നട്ടെല്ലിനെ പിടിക്കാൻ സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ നട്ടെല്ലിനെ ഞാൻ തടവുന്ന സമയത്ത് എനിക്ക് എൻ്റെ വയറിൻ്റെ തൊലിയെ പിടിക്കാൻ സാധിക്കുമായിരുന്നു. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചത് മൂലം ഞാൻ മലമൂത്ര വിസർജനം ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ മുൻപോട്ട് മുഖമടച്ച് വീഴുമായിരുന്നു. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചത് മൂലം ഞാൻ എൻ്റെ കാലുകളെ തടവുന്ന സമയത്ത് കാലുകളിലെ രോമങ്ങൾ അത് ജീർണിച്ചത് മൂലം താഴെ പൊഴിഞ്ഞു വീഴുമായിരുന്നു. അപ്പോൾ ചില വ്യക്തികൾ എന്നെ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു, ശ്രമണ ഗൗതമൻ കറുത്ത വ്യക്തിയാണ്. അപ്പോൾ മറ്റുള്ള ചിലർ പറഞ്ഞു, ശ്രമണ ഗൗതമൻ കറുത്തതല്ല, ബ്രൗൺ നിറമാണ്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ശ്രമണ ഗൗതമൻ കറുപ്പോ ബ്രൗണോ അല്ല, അദ്ദേഹം ചുവപ്പ് നിറമുള്ള തവിട്ട് നിറമാണ്. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചത് മൂലം എൻ്റെ പരിശുദ്ധമായിട്ടുള്ള ആ തൊലിയുടെ വർണ്ണം ആ രീതിയിൽ വികൃതമായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഏതൊരു ശ്രമണ ബ്രാഹ്മണന്മാർ എത്ര തന്നെ വേദനയും ദുഃഖവും അനുഭവിക്കേണ്ടതുണ്ടോ കഠിന പ്രയത്നത്താൽ അത് മുഴുവൻ ഞാൻ അനുഭവിച്ചു. ഇനി ഒരിക്കലും ഭൂതത്തിലും ഭാവിയിലും വർത്തമാനകാലത്തിലും ഒരു ശ്രമണ ബ്രാഹ്മണനും ഇതേപോലെയുള്ള കഠിന തപശ്ചര്യകൾ ചെയ്യാൻ സാധ്യമല്ല. അത്രയധികം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒരു വ്യക്തിക്കും ചെയ്യാൻ സാധിക്കില്ല. ശ്വാസനിർത്തി അഭ്യാസമായാലും അതേപോലെ തന്നെ ഉപവാസത്തിൻ്റെ അഭ്യാസമായാലും അല്ലെങ്കിൽ മറ്റ് കഠിന തപശ്ചര്യകളായാലും എത്രയധികം ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയധികം ഭഗവാൻ ചെയ്തു. ഒരു വ്യക്തിയും മുൻപ് ഇത്തരത്തിൽ ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല, ഇനി ഭാവിയിലും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ജ്ഞാനമോ ദർശനമോ, ആര്യന്മാർക്ക് യോജിച്ച ജ്ഞാനമോ ദർശനമോ ആ കഠിനമായിട്ടുള്ള തപശ്ചര്യ മൂലം, കഠിനമായിട്ടുള്ള പ്രയത്നം മൂലം എനിക്ക് ലഭിച്ചില്ല. സംബോധിക്കായിട്ട് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇനിയാണ് ആ ശരിയായിട്ടുള്ള വഴിത്തിരിവ് വരാൻ പോകുന്നത്. കാരണം ഇതുവരെ ഭഗവാൻ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ശരീരത്തിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു, ശരീരത്തിൽ ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം യത്നിച്ചത്. പക്ഷേ ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് വിപരീതമായിട്ടുള്ള രീതിയിലാണ്. അതായത് ശരീരത്തിൽ സുഖം അനുഭവിച്ചുകൊണ്ട് എങ്ങനെ മുക്തിയിലേക്ക് പോകാം എന്നുള്ള കാര്യമാണ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത്. രാജകുമാര, അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി. ഒരിക്കൽ വളരെ ചെറുപ്പ സമയത്ത് ഞാൻ ഒരു റോസ് ആപ്പിൾ ട്രീയുടെ താഴെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ അച്ഛനും മറ്റുള്ള ശാക്യവംശത്തിലെ ആൾക്കാരും ദൂരെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾ ഇല്ലാതെ, അകുശലധർമ്മങ്ങൾ ഇല്ലാതെ ഞാൻ ആദ്യത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ വിതർക്കമുണ്ടായിരുന്നു, വിചാരമുണ്ടായിരുന്നു, ഭീതി ഉണ്ടായിരുന്നു, സുഖമുണ്ടായിരുന്നു, ചിത്തത്തിൻ്റെ ഏകാഗ്രത ഉണ്ടായിരുന്നു. അവിടെ പ്രീതി എന്ന് പറയുന്ന സമയത്ത് മനസ്സിൻ്റെ സന്തോഷം, സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖം.
ചിത്തത്തിൻ്റെ ഏകാഗ്രത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതായിരിക്കുമോ സംബോധിക്കുള്ള അല്ലെങ്കിൽ ബോധിക്കുള്ള മാർഗം? ആ ഓർമ്മയിൽ നിന്ന് എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി, ഇതാണ് ബോധിയിലേക്കുള്ള മാർഗം. ഈ കാര്യം വളരെ വീണ്ടും വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുക. ധ്യാനമാണ് സംബോധിക്കുള്ള മാർഗം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. പക്ഷേ ധ്യാനത്തെ എതിർക്കുന്ന ഇന്ന് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തികൾ ഒന്നും തന്നെ പ്രോഗ്രസ് ചെയ്യാതെ 30-40 വർഷങ്ങളായിട്ട് ധ്യാനിച്ച് ശരീരത്തിൽ വേദന പിടിച്ച് മനസ്സിൽ കഷ്ടം പിടിച്ച് നടക്കുന്നത്. ഏസേവ മഗ്ഗോ ബോധായാതി. ഇതാണ് സംബോധിക്കുള്ള അല്ലെങ്കിൽ നിർവ്വാണത്തിനുള്ള മാർഗം. അപ്പോൾ രാജകുമാര, എനിക്ക് ഇങ്ങനെ തോന്നി. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കിം നുഖോ അഹം തസ്സ സുഖസ്സ ഭായാമി യം തം സുഖം അന്യത്രേവ കാമേഹി അന്യത്ര അകുശലേഹി ധമ്മേഹീതി. ഞാൻ എന്തുകൊണ്ടാണ് ആ സുഖത്തെ ഭയക്കുന്നത്? ആ സുഖം ഇന്ദ്രിയ സുഖങ്ങളുടെ സുഖമല്ല, അകുശലധർമ്മങ്ങളുടെ സുഖമല്ല. പിന്നെ എന്തിനാണ് ഞാൻ ശരീരത്തിലുണ്ടാകുന്ന ആ സുഖത്തെയും മനസ്സിലുണ്ടാകുന്ന ആ പ്രീതിയെയും ഭയക്കുന്നത്? അപ്പോൾ രാജകുമാര, എനിക്ക് ഇങ്ങനെ തോന്നി. നഖോ അഹം തസ്സ സുഖസ്സ ഭായാമി യം തം സുഖം അന്യത്രേവ കാമേഹി അന്യത്ര അകുശലേഹി ധമ്മേഹീതി. നഖോ അഹം തസ്സ സുഖസ്സ ഭായാമി. ഞാൻ ആ സുഖത്തെ ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല. എന്തെന്നാൽ ആ സുഖം ഇന്ദ്രിയ സുഖങ്ങളുടെ സുഖമല്ല, അകുശലധർമ്മങ്ങളുടെ സുഖമല്ല. അതിനാൽ ആ സുഖത്തെ എനിക്ക് ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് പല ധ്യാന ഗുരുക്കന്മാരും ആ സുഖത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ഭഗവാനെ അറിയുന്നതിന് അദ്ദേഹത്തിൻ്റെ സൂത്രങ്ങൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ധ്യാനത്തിലുള്ള സുഖങ്ങൾ നമ്മളതിനെ ഒരിക്കലും ഭയപ്പെടരുത്. അത് വളരെ അത്യാവശ്യമാണ്. അത് ഭോജ്യംഗത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതിന് ആദിനവോ ഭയാനകമാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും വിശ്വസിക്കരുത്. ഇന്ദ്രിയ സുഖങ്ങളെ ആണ് നമ്മൾ ആദിനവോ ഭയാനകമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിനാലാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് അറിയുന്നതിനായിട്ട് നമ്മൾ ഭഗവാന്റെ വാണികളെയാണ് ആശ്രയിക്കേണ്ടത്, മറ്റുള്ളവരുടെ വാണികളെയല്ല. മറ്റുള്ളവരുടെ വാണികൾ ഭഗവാന്റെ വാക്കുകളോട് യോജിക്കുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ സ്വീകരിക്കരുത്. ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി വേണം നമ്മൾ എപ്പോഴും ധ്യാനിക്കാൻ. ഒന്നിലും അന്ധമായിട്ട് വിശ്വസിക്കുകയോ അന്ധമായിട്ട് നിരാകരിക്കുകയോ നമ്മൾ ചെയ്യരുത്. അപ്പോൾ രാജകുമാര, എനിക്ക് ഇങ്ങനെ തോന്നി, വളരെ ദുർബലമായിട്ടുള്ള ഈ ശരീരം കൊണ്ട് എനിക്ക് ആ സുഖത്തെ നേടാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സ്ഥൂലമായിട്ടുള്ള കുറച്ച് ആഹാരം ഞാൻ കഴിച്ചുകൂടാ? കട്ടിയുള്ള ആഹാരം കഴിച്ചുകൂടാ? കുറച്ച് കഞ്ഞി അല്ലെങ്കിൽ ചോറ്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ള ആഹാരം കഴിച്ചു. അപ്പോൾ 5 ഭിക്ഷുക്കൾ എന്നെ സേവിക്കുകയായിരുന്നു. അവർ ഇങ്ങനെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്, ശ്രമണ ഗൗതമൻ ഏതെങ്കിലും സത്യം അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സത്യത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അതുമൂലം ആ സത്യം പിന്തുടർന്ന് ഞങ്ങൾക്കും നിർവ്വാണം നേടാവുന്നതാണ്. അതായത് വളരെ ചെറുപ്പത്തിൽ ജ്യോതിഷ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശരീര ലക്ഷണം നോക്കി ഇങ്ങനെ പ്രവചിച്ചിരുന്നു, ഈ രാജകുമാരൻ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഭാവിയാണ് ഈ കുട്ടിക്ക് ഉണ്ടാകുക. ഒന്നുകിൽ ഈ കുട്ടി ലോകം ഭരിക്കുന്ന ചക്രവർത്തിയായിട്ട് തീരും, അഥവാ ഗ്രഹം ഉപേക്ഷിച്ച് സന്യാസിയാവുകയാണെങ്കിൽ അദ്ദേഹം ഒരു സമ്യക് സമ്പുദ്ധനായിട്ട് തീരും. ഇങ്ങനെയാണ് ആ ജ്യോതിഷ പണ്ഡിതന്മാർ പ്രവചിച്ചത്. അതിനാൽ മുക്തിക്കുള്ള മാർഗം ലഭിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഈ 5 ഭിക്ഷുക്കൾ ഭഗവാന്റെ കൂടെ കൂടിയത്. പക്ഷേ ആ സമയത്തുള്ള വിശ്വാസം ശരീരത്തിന് ഒരുപാട് കഷ്ടം കൊടുക്കണം, തപശ്ചര്യ ചെയ്യണം, എങ്കിൽ മാത്രമേ മുക്തി ലഭിക്കുള്ളൂ എന്നായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ രാജകുമാര, ഞാൻ ഭക്ഷണം കഴിച്ച സമയത്ത് അവർ ഹതാശരായി എന്നെ ഉപേക്ഷിച്ചു പോയി. അവർ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്, ശ്രമണ ഗൗതമൻ സുഖലോലുപനായിരിക്കുകയാണ്. കഠിനമായിട്ടുള്ള തപശ്ചര്യ ഉപേക്ഷിച്ച് അദ്ദേഹം സുഖലോലുപതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥൂലമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ശക്തി വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും ഞാൻ 1ാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ ഇന്ദ്രിയ സുഖങ്ങളില്ല, അകുശല ധർമ്മങ്ങളില്ല, വിതർക്ക വിചാര പീതി സുഖം ഏകാഗ്രത മാത്രമാണ് ഉള്ളത്. അതിനുശേഷം ഞാൻ 2ാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം ഞാൻ 3ാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം ഞാൻ 4ാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു.
ഈ ധ്യാനങ്ങളെല്ലാം നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. ധമ്മസുഖ ഏഷ്യ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്ന ആ ധ്യാനങ്ങൾ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. എൻ്റെ മനസ്സ് അത്തരം സമാധിയിൽ ആഴ്ന്നിരിക്കുന്ന സമയത്ത് അത് പരിശുദ്ധമായിരുന്നു, ഉജ്ജ്വലമായിരുന്നു, കളങ്കമില്ലാത്തതായിരുന്നു, ദോഷമില്ലാത്തതായിരുന്നു, മൃദുവായിരുന്നു, ജോലി ചെയ്യിക്കാവുന്നതായിരുന്നു, നേരെയുള്ളതായിരുന്നു, അനക്കമില്ലാത്തതായിരുന്നു. അപ്പോൾ ആ മനസ്സിനെ ഞാൻ എൻ്റെ പൂർവ്വജന്മങ്ങൾ ഓർക്കുന്നതിനായിട്ട് ആ മനസ്സിനെ ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് പലതരത്തിലുള്ള പൂർവ്വജന്മങ്ങൾ ഓർമ്മ വന്നു. 1, 2, 3, 10, 100, 1000, ലക്ഷം, ഗാലക്സികളുടെ എക്സ്പാൻഷൻ, ഗാലക്സികളുടെ കോൺട്രാക്ഷൻ, ഗാലക്സികളുടെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, ഇങ്ങനെയുള്ള എത്രയോ കൽപ്പങ്ങളിൽ ഞാൻ ഏത് കുലത്തിലായിരുന്നു ജനിച്ചിരുന്നത്, ആ കുലത്തിൽ എൻ്റെ പേരെന്തായിരുന്നു, എൻ്റെ വേഷം എന്തായിരുന്നു, എൻ്റെ ഭക്ഷണം എന്തായിരുന്നു, ഏത് രീതിയിലായിരുന്നു ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് മരിച്ചതിന് ശേഷം മറ്റൊരു ജീവിതത്തിൽ പോയി അവിടെ എൻ്റെ പേരെന്തായിരുന്നു, കുലമെന്തായിരുന്നു, വേഷമെന്തായിരുന്നു, ആഹാരമെന്തായിരുന്നു, ഏത് രീതിയിലാണ് ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ മരിച്ച് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ജനിച്ചു. അവിടെ എൻ്റെ പേരെന്തായിരുന്നു, കുലമെന്തായിരുന്നു. ഈ രീതിയിൽ ഞാൻ എൻ്റെ എല്ലാ പൂർവ്വജന്മങ്ങളെയും വളരെ വിശദമായിട്ട് ഞാൻ ഓർത്തെടുത്തു. ഇതാണ് രാത്രിയുടെ 1ാമത്തെ യാമത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ആദ്യത്തെ ജ്ഞാനം. എൻ്റെ അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, അന്ധകാരം നഷ്ടമായി, പ്രകാശം ഉൽപ്പന്നമായി. ഏതൊരു ധ്യാനം ചെയ്യുന്ന വ്യക്തിക്കും ഇതേപോലെ അപ്രമാദത്തോടുകൂടി പരിശ്രമിച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി ജോലി ചെയ്യുകയാണെങ്കിൽ ഇതേ കാര്യം ആ വ്യക്തിക്കും ലഭിക്കുന്നതാണ്. എൻ്റെ മനസ്സ് അത്തരം സമാധിയിൽ നിമഗ്നമായിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായിരിക്കുന്ന, ശുദ്ധമായിരിക്കുന്ന, കളങ്കമില്ലാത്ത, ദോഷമില്ലാത്ത, മൃദുവായിട്ടുള്ള, ജോലി ചെയ്യിക്കാവുന്ന, നേരെയുള്ള, അനക്കമില്ലാത്ത ആ മനസ്സുകൊണ്ട് പ്രാണികളുടെ മൃത്യു, പുനർജന്മം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിലേക്ക് ആ മനസ്സിനെ ഞാൻ നിയോഗിച്ചു. മനുഷ്യർക്ക് അതീതമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ആ ദിവ്യ നേത്രങ്ങൾ കൊണ്ട് ഞാൻ പ്രാണികൾ മരിക്കുന്നതും അതേപോലെ തന്നെ പുനർജനിക്കുന്നതും കണ്ടു. നീചകുലത്തിൽ, ഉച്ചകുലത്തിൽ, സുന്ദരരായിട്ട്, അസുന്ദരരായിട്ട്, നല്ല സ്ഥലത്ത്, ചീത്ത സ്ഥലത്ത് എങ്ങനെയാണ് ജീവികൾ തങ്ങളുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജനിക്കുന്നത് എന്ന് ഞാൻ കണ്ടു. ഈ തരത്തിലുള്ള പ്രാണി ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും ദുഷ്കർമ്മം ചെയ്തതിന് ശേഷം ആ പ്രാണി നരകത്തിൽ ദുർഗതിയിൽ ജനിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ മറ്റൊരു പ്രാണിയാകട്ടെ ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും സത്കർമ്മം ചെയ്തതിന് ശേഷം ആ വ്യക്തി നല്ല ലോകത്ത്, സ്വർഗ്ഗലോകത്ത് പുനർജനിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രാണികൾ തൻ്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പുനർജനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് രാത്രിയിൽ 2ാമത്തെ യാമത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അറിവ്. അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, അന്ധകാരം നശിച്ചു, പ്രകാശം ഉൽപ്പന്നമായി. ഏതൊരു ധ്യാനം ചെയ്യുന്ന വ്യക്തി ദൃഢനിശ്ചയത്തോടുകൂടി പരിശ്രമിക്കുകയാണോ, ആലസ്യമില്ലാതെ പരിശ്രമിക്കുകയാണോ, ആ വ്യക്തിക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാകുക. എൻ്റെ മനസ്സ് അത്തരം സമാധിയിൽ നിമഗ്നമായിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായിട്ടുള്ള, ഉജ്ജ്വലമായിട്ടുള്ള, കളങ്കമില്ലാത്ത, ദോഷമില്ലാത്ത, മൃദുവായിട്ടുള്ള, ജോലി ചെയ്യിക്കാവുന്ന, അനക്കമില്ലാത്ത, ഇളക്കമില്ലാത്ത ആ മനസ്സിനെ ഞാൻ ആസവക്ഷയത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് നിയോഗിച്ചു. അതായത് തൻ്റെ ഉള്ളിൽ ആസവങ്ങൾ എത്ര ക്ഷയിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി ആ മനസ്സിനെ നിയോഗിച്ചു. ഞാൻ ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കി, ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിനെ നിരോധമാക്കാനുള്ള മാർഗമാണ്. ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കി, ഇത് ആസവമാണ്, ഇത് ആസവത്തിൻ്റെ സമുദയമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ്. ആസവം എന്ന് പറയുമ്പോൾ കളങ്കം, ദോഷം എന്നെല്ലാം അർത്ഥം. ഇങ്ങനെ കണ്ടതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ട് എൻ്റെ ചിത്തം കാമാസവത്തിൽ നിന്ന് വിമുക്തമായി, ഭവാസവത്തിൽ നിന്ന് വിമുക്തമായി, അവിദ്യാസവത്തിൽ നിന്ന് വിമുക്തമായി. എൻ്റെ മനസ്സ് വിമുക്തമായപ്പോൾ അത് വിമുക്തമായി എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ കാര്യം മനസ്സിലായി, പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്തു തീർത്തു. ഇനി എനിക്ക് ഒരു തരത്തിലുള്ള പുനർജന്മവും ഇല്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ ഭഗവാൻ മല്ലാര കലാമൻ്റെ അടുത്ത് പോയിട്ട് ധ്യാനം അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉദ്ധക രാംപുത്തൻ്റെ അടുത്ത് പോയിട്ടും ധ്യാനം അഭ്യസിച്ചിരുന്നു. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിന് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും അദ്ദേഹം ധ്യാനത്തെപ്പറ്റി ഓർത്തു, വീണ്ടും അദ്ദേഹം ധ്യാനിച്ചു.
1 തൊട്ട് 4 വരെ ധ്യാനങ്ങൾ. അതിനുശേഷം അദ്ദേഹം മുക്തനായി എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ അഭ്യസിച്ച ധ്യാനവും ഈ ധ്യാനവും തമ്മിൽ എന്താണ് വ്യത്യാസം? നേരത്തെയുള്ള ധ്യാനങ്ങൾ എന്ന് പറയുന്നത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആയിരുന്നു, അതിൽ പ്രജ്ഞയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അഭ്യസിച്ച ധ്യാനങ്ങൾ അതിൽ പ്രജ്ഞയുണ്ടായിരുന്നു. അതായത് സമതാ വിപശ്യന ധ്യാനമായിരുന്നു അദ്ദേഹം പിന്നീട് അഭ്യസിച്ചത്. ശരീരത്തിനെ പ്രശാന്തമാക്കിയുള്ള ധ്യാനമായിരുന്നു പിന്നീട് അദ്ദേഹം ചെയ്തത്. അതിനാൽ ധ്യാനമാണ് മുക്തിക്കുള്ള മാർഗം എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. രാജകുമാര, ഇതാണ് 3ാമത്തെ യാമത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ജ്ഞാനം. എൻ്റെ അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, അന്ധകാരം നഷ്ടമായി, പ്രകാശം ഉൽപ്പന്നമായി. ഏതൊരു ധ്യാനം ചെയ്യുന്ന വ്യക്തിയും വളരെ ദൃഢനിശ്ചയത്തോടുകൂടി പരിശ്രമം ചെയ്യുകയാണെങ്കിൽ, ആലസ്യമില്ലാതെ പരിശ്രമം ചെയ്യുകയാണെങ്കിൽ അവനും ഈ അവസ്ഥ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എനിക്ക് ലഭിച്ച ഈ ധർമ്മം, ഞാൻ കണ്ടെത്തിയ ഈ ധർമ്മം വളരെ ആഴമേറിയതാണ്, കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയാണ്, ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയാണ്, സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് തർക്കത്താൽ ലഭിക്കുന്നതല്ല, വളരെ സൂക്ഷ്മമാണ്, പണ്ഡിതന്മാർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഇക്കാര്യം വളരെ പ്രത്യേകം ഓർക്കുക. തർക്കവിതർക്കത്താൽ ഇതിനെ നമ്മൾക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല. അതായത് ഞാൻ ആത്മാവാണ്, ബാക്കിയെല്ലാം മിഥ്യയാണ്, മായയാണ്, ഞാൻ മാത്രമാണ് സത്യം എന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചതുകൊണ്ട് ഒരിക്കലും ഇതിനെപ്പറ്റി ഗ്രഹിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആത്മാവ് എങ്ങനെയായിരിക്കും എന്നുള്ള ആ തർക്കവിതർക്കത്താലും ഇത് ലഭിക്കില്ല. അതുകൂടാതെ ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് അന്വേഷിച്ചാലും ഇതിന് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് തർക്കവിതർക്കത്താൽ ഇതിനെ ഒരിക്കലും പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. എന്നാൽ ലോകം ആസക്തരാണ്. അവർ ആസക്തിയെ സ്നേഹിക്കുന്നു, അതിനെ ആസ്വദിക്കുന്നു. അവർക്ക് ഈ വിഷയത്തെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യയത്താൽ വരുന്ന കാര്യം അല്ലെങ്കിൽ പഠിച്ച സമുത്പാദത്താൽ ഉണ്ടാകുന്ന കാര്യത്തെപ്പറ്റി അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു കാര്യത്തെ ആശ്രയിച്ചാണ് മറ്റൊരു കാര്യം ഉണ്ടാകുന്നത്. അതിനെയാണ് പഠിച്ച സമുത്പാദം എന്ന് പറയുന്നത്. അവിദ്യയിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു, സംസ്കാരത്തിൽ നിന്ന് വിജ്ഞാനം ഉണ്ടാകുന്നു, വിജ്ഞാനത്തിൽ നിന്ന് നാമരൂപം ഉണ്ടാകുന്നു. ഇതിനെയാണ് പഠിച്ച സമുത്പാദം എന്ന് പറയുന്നത്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൂടാതെ ഇതംബിഖോഠാനം ദുദ്ദസം, ഈ കാര്യവും അറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. യദിദം സബ്ബസംഖാര സമതോ, അതായത് എല്ലാ സംസ്കാരങ്ങളെയും സമത, ശാന്തമാക്കൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്താണ് ഈ സർവ്വസംസ്കാര സമത എന്ന് പറയുന്നത്? അതായത് നമ്മുടെ വചീ സംസ്കാരം, വാണികളുടെ സംസ്കാരം, ശരീര സംസ്കാരം, മനോസംസ്കാരം, ഇത് മൂന്നിനെയും നമ്മൾ പ്രശാന്തമാക്കിക്കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. കായസംസ്കാരം എന്ന് പറയുന്ന സമയത്ത് ആനാപാന, അതായത് അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസം, ഇതിനെ നമ്മൾ ശാന്തമാക്കണം. അടുത്തത് വചീ സംസ്കാരം, വിതർക്ക വിചാരങ്ങൾ, ഇതിനെയും നമ്മൾ ശാന്തമാക്കണം. അടുത്തത് ചിത്തസംഹാരം, സംഖ്യാവേദന, ഇതിനെയും നമ്മൾ ശാന്തമാക്കണം. അങ്ങനെയാണ് നമ്മൾക്ക് ഈ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഇതിനെ വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കണം. സബ്ബസംഖാര സമതോ, എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമാക്കണം. ഇതാണ് ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള മാർഗം. സബ്ബൂപാധി പടി നിസഗ്ഗോ, എല്ലാ ഉപാധികളെയും ഉപേക്ഷിക്കൽ. തൻഹാഖയോ, തൃഷ്ണയെ ക്ഷയിപ്പിക്കൽ. വിരാഗോ, രാഗമില്ലാതാക്കൽ. നിരോധോ, നിരോധമാക്കൽ. നിബ്ബാണം, ശാന്തമാക്കൽ. രാജകുമാര, അതിനാൽ ഞാൻ ഈ ധർമ്മം പഠിപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുമൂലം എനിക്ക് കഷ്ടമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ ഈ ഗാഥകൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. അത് ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതല്ല, അശരീരിയാൽ ഉണ്ടായിട്ടുള്ളതുമല്ല. ഈ ധർമ്മത്തെ അറിയാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഇനി എന്നെക്കൊണ്ട് അത് വിവരിച്ചു കൊടുക്കാൻ വയ്യ. രാഗത്തിൽ, ദ്വേഷത്തിൽ പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ധർമ്മത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ഒഴുക്കിന് വിപരീതമാണ്, വളരെ സൂക്ഷ്മമാണ്, വളരെ ആഴത്തിലുള്ളതാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, വളരെ സൂക്ഷ്മമാണ്. രാഗത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് ഇതിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. കാരണം അവരുടെ മനസ്സ് അന്ധകാരത്താൽ ആവൃതമാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിഷ്ക്രിയമായി. ധർമ്മം പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ബ്രഹ്മ സഹമ്പത്തി, അദ്ദേഹത്തിന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, ഈ ലോകം നഷ്ടമായി, ഈ ലോകം നഷ്ടപ്പെടും. എന്തെന്നാൽ അർഹന്തനായിട്ടുള്ള സമ്മാസമ്പന്നനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് നിഷ്ക്രിയമായി. അദ്ദേഹം ധർമ്മം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അപ്പോൾ ബ്രഹ്മസഹമ്പത്തി ബ്രഹ്മലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി ഭഗവാന്റെ മുന്നിൽ പ്രകടമായി. ബലവാനായിട്ടുള്ള ഒരു പുരുഷൻ തൻ്റെ കൈകളെ മടക്കുകയും നിവൃത്തുകയും ചെയ്യുന്നത് പോലെ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രകടമായി. ബ്രഹ്മസഹമ്പത്തി തൻ്റെ വസ്ത്രങ്ങൾ ഒരു തോളിൽ ഒതുക്കി വെച്ചുകൊണ്ട് എന്നെ 2 കൈകളും കൂപ്പി തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, താങ്കൾ ധർമ്മം പഠിപ്പിച്ചാലും, സുഗത, താങ്കൾ ധർമ്മം പഠിപ്പിച്ചാലും, കണ്ണിൽ കുറച്ച് പൊടികളുള്ള ഒരുപാട് പ്രാണികൾ ഇവിടെയുണ്ട്. അവർ ധർമ്മത്തെ കേട്ടിട്ടില്ല എങ്കിൽ അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടാകും. കണ്ണിൽ കുറച്ച് പൊടി എന്ന് പറയുമ്പോൾ മനസ്സിൽ കുറച്ച് അഴുക്കുകളേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഈ ധർമ്മത്തെ അറിയുന്ന കുറച്ച് പേർ തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ് ബ്രഹ്മസഹമ്പത്തി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മഗധയിൽ മുൻപ് ശുദ്ധമായിട്ടുള്ള ധർമ്മം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അമൃതത്തിൻ്റെ ദ്വാരം തുറന്നിരിക്കുകയാണ്. പരിശുദ്ധനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധർമ്മം അവർ കേൾക്കട്ടെ. ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന താങ്കൾക്ക് ലോകത്തെ എല്ലാം കാണാവുന്നതാണ്. അതേപോലെ തന്നെ താങ്കൾ സത്യത്തിൻ്റെ ഉയർന്ന പർവ്വതത്തിൽ കയറിയിരിക്കുകയാണ്. താങ്കളുടെ ദുഃഖം പരിപൂർണമായിട്ടും ഇല്ലാതാക്കി. എന്നാൽ ഈ ലോകത്തിലെ പ്രാണികളെ നോക്കിയാലും അവർ ദുഃഖത്താൽ പീഡിതരാണ്. പുനർജന്മത്താലും മരണത്താലും പീഡിതരാണ്. വീര, സംഗ്രാമത്തെ ജയിച്ച താങ്കൾ ലോകത്തിൻ്റെ കടം വീട്ടാനായിട്ട് ലോകത്തിൽ വിചരിക്കുക. ഭഗവാൻ ധർമ്മം പഠിപ്പിച്ചാലും ഇത് മനസ്സിലാക്കുന്നവരും ഇവിടെ ഉണ്ടാകും. അപ്പോൾ ബ്രഹ്മസഹമ്പത്തിയുടെ ആ നിമന്ത്രണത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ലോകത്തെ എൻ്റെ ബോധി നേത്രത്താൽ നോക്കി. എന്തെന്നാൽ എനിക്ക് പ്രാണികളോട് അനുകമ്പയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണുകളിൽ കുറച്ച് മാത്രം പൊടിയുള്ള പ്രാണികളെ കാണാൻ സാധിച്ചു. ചില പ്രാണികൾക്ക് കണ്ണിൽ കൂടുതൽ പൊടിയുണ്ട്. നല്ല ഗ്രഹണശേഷിയുള്ള പ്രാണികളുണ്ട്, ഗ്രഹണശേഷി കമ്മിയുള്ള പ്രാണികളും ഉണ്ട്. നല്ല ഗുണങ്ങളുള്ള പ്രാണികളെ ഞാൻ കണ്ടു, ചീത്ത ഗുണങ്ങളുള്ള പ്രാണികളെയും ഞാൻ കണ്ടു. എളുപ്പത്തിൽ പഠിപ്പിക്കാവുന്ന പ്രാണികളെയും കണ്ടു, ഒരുപാട് ബുദ്ധിമുട്ടി പഠിപ്പിക്കാവുന്ന പ്രാണികളെയും ഞാൻ കണ്ടു. അതിൽ ചില പ്രാണികൾ പരലോകത്തെപ്പറ്റി മനസ്സിൽ ഭയമുള്ളവരായിരുന്നു. എന്നാൽ മറ്റു ചിലർക്ക് പരലോകത്തെപ്പറ്റി ഒട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല. അത് ഒരു താമരക്കുളം പോലെ ആയിരുന്നു. നീല നിറത്തിലുള്ള, പിങ്ക് നിറത്തിലുള്ള, വെള്ള നിറത്തിലുള്ള ഒരുപാട് താമരപ്പൂക്കൾ ഉള്ള ഒരു കുളം. അതിൽ ചില താമരകൾ വെള്ളത്തിന് അടിയിലായിരുന്നു, ചില താമരകൾ വെള്ളത്തിന് അല്പം മുകളിലായിരുന്നു. എന്നാൽ ചില താമരകൾ വെള്ളത്തിന് വളരെ മുകളിലായിരുന്നു. അവയെ അതിലെ വെള്ളം ഒട്ടും സ്പർശിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബ്രഹ്മസഹമ്പത്തിക്ക് ഈ രീതിയിൽ ഗാഥകളാൽ ഉത്തരം കൊടുത്തു: അമൃതത്തിനുള്ള ദ്വാരം തുറന്നിരിക്കുകയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധയുണ്ടാകട്ടെ. ബ്രഹ്മ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കാതിരുന്നത്. ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മമാണ്. അപ്പോൾ ബ്രഹ്മസഹമ്പത്തിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ധർമ്മം പഠിപ്പിക്കാനുള്ള ക്ഷണം ഞാൻ സ്വീകരിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്നെ വന്ദിച്ചു. എന്നിട്ട് എന്നെ വലതുവശത്ത് നിർത്തി 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു: ആരെയാണ് ഞാൻ ആദ്യം ധർമ്മം പഠിപ്പിക്കേണ്ടത്? ആരാണ് ഈ ധർമ്മത്തെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുക? അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി: ആലാര കലാമൻ വളരെ പണ്ഡിതനാണ്, യോഗ്യനാണ്, പ്രജ്ഞയുള്ളവനാണ്. കണ്ണിൽ വളരെ കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആദ്യം പഠിപ്പിച്ചുകൂടാ? അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ ധർമ്മത്തെ മനസ്സിലാക്കും. എന്നാൽ ഒരു ദേവത എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ആലാര കാലാമ 7 ദിവസം മുൻപ് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ജ്ഞാനവും ദർശനവും ഉണ്ടായി. ആലാര കലാമ 7 ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി: ആലാര കലാമിന് വളരെ വലിയ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഈ ധർമ്മം കേട്ടിരുന്നു എങ്കിൽ അദ്ദേഹം ഇതിനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി: ആരെയാണ് ഞാൻ ആദ്യം ധർമ്മം പഠിപ്പിക്കേണ്ടത്? ആർക്കാണ് ഈ ധർമ്മം വളരെ വേഗത്തിൽ മനസ്സിലാക്കുക? അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി: ഉദ്ധകരാംപുത്തൻ വളരെ പണ്ഡിതനാണ്, യോഗ്യനാണ്, പ്രജ്ഞയുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിലും വളരെ കുറച്ച് പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആദ്യം പഠിപ്പിച്ചുകൂടാ? ഈ ധർമ്മത്തെ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു ദേവത എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദ്ധകൻ കഴിഞ്ഞ രാത്രിയിലാണ് മരിച്ചത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ജ്ഞാനവും ദർശനവും ഉദിച്ചു. രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദ്ധകൻ
കഴിഞ്ഞ രാത്രിയിൽ മരിച്ചുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് ഉദ്ധകന് വളരെ വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹം ഈ ധർമ്മത്തെ കേട്ടിരുന്നു എങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനെ മനസ്സിലാക്കുമായിരുന്നു, വളരെ വേഗത്തിൽ മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഇനി ആരെയാണ് ഞാൻ ധർമ്മം ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത്? ഈ ധർമ്മത്തെ ആർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആ 5 ഭിക്ഷുക്കൾ എന്നെ വളരെ സഹായിച്ചിരുന്നു. എൻ്റെ കഠിന തപശ്ചര്യ സമയത്ത് അവർ എനിക്ക് വളരെ സഹായകരമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ അവരെ ആദ്യം പഠിപ്പിച്ചുകൂടാ? രാജകുമാര, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ 5 ഭിക്ഷുക്കൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? മനുഷ്യർക്ക് അതീതമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആ ബോധിചിത്തത്താൽ ഞാൻ ഇങ്ങനെ കണ്ടു, ആ 5 ഭിക്ഷുക്കളും ഇപ്പോൾ വാരണാസിയിലാണ് താമസിക്കുന്നത്. വാരണാസിയിൽ ഇസിപത്തനത്തിലുള്ള മാനുകളുടെ ഉദ്യാനത്തിലാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലായി. അതിനുശേഷം ഒരു വേളയിൽ എനിക്ക് ഇഷ്ടമുള്ള സമയം വരെ താമസിച്ചതിന് ശേഷം ഞാൻ വാരണാസിയിലേക്ക് പുറപ്പെട്ടു. ഗയയ്ക്കും ബോധഗയയ്ക്കും ഇടയ്ക്കുള്ള പാതയിലൂടെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഉപകൻ എന്ന സന്യാസി എന്നെ കണ്ടു. എന്നിട്ട് എന്നോടിങ്ങനെ പറഞ്ഞു, മിത്രമേ, താങ്കളുടെ ഇന്ദ്രിയങ്ങൾ വളരെ പ്രസന്നമാണ്, താങ്കളുടെ നിറം വളരെ പരിശുദ്ധമാണ്, ഉജ്ജ്വലമായിട്ടുള്ള വർണ്ണമാണ്. താങ്കൾ ആരുടെ കീഴിലാണ് ഭിക്ഷുവായിരിക്കുന്നത്? താങ്കളുടെ ഗുരു ആരാണ്? ആർ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മത്തെയാണ് താങ്കൾ പിന്തുടരുന്നത്? ഞാൻ ഉപകനോട് ഇങ്ങനെ ഗാഥയാൽ ഉത്തരം പറഞ്ഞു. ഞാൻ വിജയിതാവാണ്, എല്ലാം അറിയുന്നവനാണ്, ഒരു ധർമ്മത്താലും ലിപ്തമാകാത്ത വ്യക്തിയാണ്. ഞാൻ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചു, തൃഷ്ണയെ ഞാൻ ക്ഷയിപ്പിച്ചു. ഞാൻ എന്നെ തന്നെ അറിഞ്ഞു. ഞാൻ ആരെയും പിന്തുടരുന്നില്ല, എനിക്ക് ഒരു ഗുരുവുമില്ല, എന്നെപ്പോലെ ആരും തന്നെയില്ല. ഈ ലോകത്തുള്ള ദേവതമാർ പോലും എനിക്ക് പ്രതികൂലിയല്ല. ഈ ലോകത്തിൽ ഞാൻ അർഹന്തനാണ്. ഉയർന്ന ഗുരു ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് സമ്മാ സമ്പുദ്ധൻ. എൻ്റെ ഉള്ള് തണുത്തിരിക്കുകയാണ്, ശാന്തമായിരിക്കുകയാണ്. ഞാൻ കാശിയിലേക്ക് പോവുകയാണ്, ധമ്മചക്രത്തെ പ്രവർത്തനം ചെയ്യാൻ പോവുകയാണ്. ഈ അന്ധന്മാരുടെ ലോകത്ത് ഞാൻ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാദ്യഘോഷം നടത്താൻ പോവുകയാണ്. മിത്രമേ, താങ്കളുടെ അവകാശവാദപ്രകാരം താങ്കൾ ഒരു അനന്ത ജേതാവാണ്. മിത്രമേ, അനന്ത ജേതാവ് എന്നെ പോലെയാണ്. ആർക്ക് ആസവക്ഷയം ഉണ്ടായോ, പാപധർമ്മത്തെ ആര് വിജയിച്ചുവോ, അതുകൊണ്ടാണ് ഞാൻ വിജേതാവായിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉപകൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞ പ്രകാരം തന്നെ ആകട്ടെ ആയുഷ്മാൻ എന്ന് തലകുലുക്കി പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള വഴിയിലൂടെ ആ വ്യക്തി പോയി. ക്രമേണ ചാരിക ചെയ്തുകൊണ്ട് ഞാൻ വാരണാസിയിലെത്തി. എന്നിട്ട് ഇസബത്തന്നെയുള്ള ആ മാൻകൂട്ടങ്ങളുടെ പാർക്കിലേക്ക് ആ ഭിക്ഷുക്കളെ കാണാൻ വേണ്ടി ഞാൻ പോയി. ആ 5 ഭിക്ഷുക്കളും ഞാൻ ദൂരത്തുനിന്ന് തന്നെ വരുന്നത് കണ്ടു. അപ്പോൾ അവർ സ്വയം പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ശ്രമണ ഗൗതമൻ വരികയാണ്, അദ്ദേഹം ഇപ്പോൾ സുഖലോലുപനാണ്. കഠിന തപശ്ചര്യ അദ്ദേഹം ഉപേക്ഷിച്ച് ഇപ്പോൾ സുഖജീവിതം നയിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെ കുമ്പിടുകയോ അദ്ദേഹം വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രമോ ചീവരമോ നമ്മൾ വാങ്ങിക്കരുത്. എന്നാൽ നമ്മൾക്ക് ഇരിക്കാൻ ഒരു ആസനം കൊടുക്കാം, അദ്ദേഹം ആഗ്രഹിക്കുന്നു എങ്കിൽ ഇരുന്നോട്ടെ. എന്നാൽ ഞാൻ അടുത്ത് ചെന്നപ്പോൾ ആ 5 ഭിക്ഷുക്കൾക്കും അവർ നിശ്ചയിച്ച പ്രകാരത്തിൽ അവർക്ക് പെരുമാറാൻ സാധിച്ചില്ല. ഒരാൾ എന്നെ സ്വാഗതം ചെയ്യാൻ വന്നു. ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് ഭിക്ഷാപാത്രവും ചീവരവും എടുത്തു. ഒരാൾ എനിക്ക് വേണ്ടി ആസനം തയ്യാറാക്കി. മറ്റൊരാൾ എനിക്ക് വേണ്ടി കൈയും കാലും കഴുകാനായിട്ട് വെള്ളമെടുക്കാൻ പോയി. എന്നാൽ ആ സമയത്തും അവർ എന്നെ പേര് പറഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഭിക്ഷുക്കളെ, എന്നെ എൻ്റെ പേര് പറഞ്ഞ് ഒരിക്കലും വിളിക്കരുത്. ആവുസോ അല്ലെങ്കിൽ മിത്രമേ എന്ന് പറഞ്ഞ് വിളിക്കരുത്. ഭിക്ഷുക്കളെ, ഞാൻ അർഹന്തനാണ്, തഥാഗതനാണ്, സമ്മാ സമ്പുദ്ധനാണ്. ഭിക്ഷുക്കളെ കേൾക്കുക, എനിക്ക് അമൃത് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം. ഞാൻ നിങ്ങളെ ധർമ്മം പഠിപ്പിക്കാം. ഞാൻ നിർദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അന്ത്യം കാണുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വയം ദർശനത്താൽ അതിനെ നിങ്ങൾ കാണുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രന്മാർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയാവുന്നത്. അതായത് നിങ്ങൾക്ക് നിബ്ബാണം നേടാവുന്നതാണ് എന്നാണ് പറയുന്നത്.
എന്നാൽ അവർ എന്നോടിങ്ങനെ പറഞ്ഞു, മിത്ര, ആ അഭ്യാസത്താൽ, ആ പെരുമാറ്റത്താൽ, അത്രയും കഠിന തപശ്ചര്യയാൽ താങ്കൾക്ക് മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ജ്ഞാനമോ ദർശനമോ ആര്യന്മാർക്ക് യോജിച്ചിട്ടുള്ള ജ്ഞാനമോ ദർശനമോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ താങ്കൾ സുഖലോലുപൻ ആയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ആ അവസ്ഥ താങ്കൾക്ക് ലഭിക്കുക? താങ്കൾ നേരത്തെ തന്നെ കഠിന തപശ്ചര്യ ഉപേക്ഷിച്ച് സുഖജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഭിക്ഷുക്കളെ, തഥാഗതൻ സുഖലോലുപൻ ആയിട്ടില്ല. തഥാഗതൻ തപശ്ചര്യയിൽ നിന്ന് വ്യതിചലിച്ച് സുഖജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ഭിക്ഷുക്കളെ, ഞാൻ അർഹന്തനാണ്, തഥാഗതനാണ്, സമ്മാസംബുദ്ധനാണ്. ഭിക്ഷുക്കളെ കേൾക്കുക, ഞാൻ അമൃതത്തിൻ്റെ അവസ്ഥ നേടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തരാം. ഞാൻ നിങ്ങളെ ധർമ്മം പഠിപ്പിക്കാം. ഞാൻ നിർദ്ദേശപ്രകാരം നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നേടാവുന്നതാണ്. ആ ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ സ്വയം ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഹരിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രന്മാർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയാവുന്നത്. എന്നാൽ 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യവും അവർ ഇപ്രകാരം തന്നെ പറഞ്ഞു. 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യവും ഞാൻ ഇതേപോലെ തന്നെ ഉത്തരം കൊടുത്തു. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഞാൻ ഇതേ രീതിയിൽ മുൻപ് പറഞ്ഞിട്ടുള്ളതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല ബന്ദേ. ഭിക്ഷുക്കളെ, ഞാൻ അർഹന്തനാണ്, തഥാഗതനാണ്, സമ്മാസംബുദ്ധനാണ്. ഭിക്ഷുക്കളെ കേൾക്കുക, ഞാൻ അമൃതത്തിൻ്റെ അവസ്ഥ നേടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തരാം. ഞാൻ നിങ്ങളെ ധർമ്മം പഠിപ്പിക്കാം. ഞാൻ നിർദ്ദേശപ്രകാരം നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ബ്രഹ്മചര്യത്തിൻ്റെ ആ അവസാനത്തെ അവസ്ഥ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ തന്നെ നേടാവുന്നതാണ്. അതിനെ നിങ്ങൾക്ക് സ്വന്തം അന്തർദൃഷ്ടിയാൽ ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഹരിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രന്മാർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയാവുന്നത്. അവസാനം എനിക്ക് ആ 5 ഭിക്ഷുക്കളെയും സമ്മതിപ്പിക്കാൻ സാധിച്ചു. ചിലപ്പോൾ ഞാൻ 2 ഭിക്ഷുക്കൾക്ക് നിർദ്ദേശം കൊടുക്കുമായിരുന്നു. അപ്പോൾ 3 ഭിക്ഷുക്കൾ ഭിക്ഷാടനത്തിന് പോകും. അപ്പോൾ ആ 3 ഭിക്ഷുക്കൾ കൊണ്ടുവന്ന ഭിക്ഷ ഞങ്ങൾ 6 പേരും കൂടി ഭക്ഷിക്കും. ചിലപ്പോൾ ഞാൻ 3 ഭിക്ഷുക്കളെ പഠിപ്പിക്കും. മറ്റുള്ള 2 ഭിക്ഷുക്കൾ ഭിക്ഷാടനത്തിന് പോകും. അതിനുശേഷം ആ 2 ഭിക്ഷുക്കളുടെ ഭിക്ഷ കൊണ്ട് ഞങ്ങൾ 6 പേരും ഭക്ഷിക്കും. അങ്ങനെ ആ 5 ഭിക്ഷുക്കളെയും ഞാൻ നിർദ്ദേശപ്രകാരം അവർ അഭ്യസിച്ച സമയത്ത് അവർ വളരെ പെട്ടെന്ന് തന്നെ ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ അവസാനം സത്യമായിട്ടുള്ള അതിനെ കണ്ടു. അതിനെ സ്വന്തം ദൃഷ്ടിയാൽ ദർശിച്ചിട്ട് അവർ വിഹരിക്കാൻ തുടങ്ങി. അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രന്മാർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നത്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബോധിരാജകുമാരൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഒരു ഭിക്ഷു തഥാഗതൻ്റെ കീഴിൽ അഭ്യസിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നേടാൻ എത്ര സമയം എടുക്കും? ഈ ജീവിതത്തിൽ തന്നെ ബ്രഹ്മചര്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നേടാൻ എത്ര സമയം എടുക്കും? രാജകുമാര, എങ്കിൽ ഞാൻ താങ്കളോട് ഒരു പ്രതിപ്രശ്നം ചോദിക്കാം. താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് ഉത്തരം തരാവുന്നതാണ്. രാജകുമാര, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾ ആനപ്പുറത്ത് സവാരി ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് ഒരു അങ്കുശവിദ്യ അറിയാമല്ലോ. ആ വിദ്യയിൽ താങ്കൾ പ്രാവീണ്യം ഉള്ള വ്യക്തിയല്ലേ? അതായത് ആനയെ നിയന്ത്രിക്കാനുള്ള വളഞ്ഞ കൊളുത്തുള്ള ഒരു വടിയാണ് അങ്കുശം. അതുകൊണ്ട് അവർ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ആ സമയത്ത് കാണിച്ചിരുന്നു. അപ്പോൾ ആ അഭ്യാസ പ്രകടനത്തിൽ താങ്കൾ പ്രാവീണ്യമുള്ളവനല്ലേ എന്നാണ് ഭഗവാൻ ചോദിച്ചത്. അതേ ബന്ദേ. രാജകുമാര, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു വ്യക്തി ആ വഴിയിൽ വരികയാണ്, എന്നിട്ട് ചിന്തിക്കുകയാണ്. ആനപ്പുറത്ത് സവാരി ചെയ്യുന്ന സമയത്ത് ബോധിരാജകുമാരൻ കാണിക്കുന്ന അങ്കുശവിദ്യ വളരെ നല്ലൊരു വിദ്യയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആ അങ്കുശവിദ്യയെ അഭ്യസിക്കും. പക്ഷേ ആ വ്യക്തി അശ്രദ്ധോ, ശ്രദ്ധയില്ലാത്തവനാണ് എങ്കിൽ ശ്രദ്ധ കൊണ്ട് എന്തു നേടണമോ അത് ആ വ്യക്തിക്ക് നേടാൻ സാധിക്കില്ല. ബഹവാപാദോ, ആ വ്യക്തി ആരോഗ്യമില്ലാത്തവനാണ്. അതിനാൽ ആരോഗ്യത്തിനാൽ എന്ത് പ്രാപിക്കണമോ ആ വ്യക്തിക്ക് അത് നേടാൻ സാധിക്കില്ല. സഠോ മായാവി, അവൻ മായാവിയാണ്, മറച്ചു വയ്ക്കുന്ന സ്വഭാവമുള്ളവനാണ്, വഞ്ചിക്കുന്ന സ്വഭാവമുള്ളവനാണ്. അതിനാൽ സത്യസന്ധതയാൽ നേരെയുള്ള പെരുമാറ്റത്താൽ എന്തൊന്ന് നേടണമോ അത് ആ വ്യക്തിക്ക് നേടാൻ സാധിക്കില്ല. കുസീതോ, അവൻ ആലസ്യമുള്ള വ്യക്തിയാണ്. അതിനാൽ വീര്യത്താൽ എന്ത് പ്രാപിക്കാൻ
സാധിക്കുമോ അത് ആ വ്യക്തിക്ക് ലഭിക്കില്ല. ദുപ്പന്നോ, ദുഷ്പ്രജ്ഞൻ, അതായത് പ്രജ്ഞയില്ലാത്തവൻ. അതിനാൽ പ്രജ്ഞ കൊണ്ട് എന്ത് നേടണമോ അത് ആ വ്യക്തിക്ക് നേടാൻ സാധിക്കില്ല. രാജകുമാര, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ആനപ്പുറത്ത് സവാരി ചെയ്യുന്ന സമയത്ത് ആ അങ്കുശവിദ്യ ആ വ്യക്തിക്ക് താങ്കളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുമോ? ബന്ദേ, ആ വ്യക്തിക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ അവന് ആ വിദ്യ പഠിക്കാൻ സാധിക്കില്ല. പിന്നെ ഈ 5 പോരായ്മകളും ഉള്ള വ്യക്തിക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? രാജകുമാര, താങ്കൾ എന്താണ് കരുതുന്നത്? അതായത് ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ധർമ്മവിനയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പുരോഗമിക്കാൻ കഴിയും, ലക്ഷ്യം നേടാൻ കഴിയും എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി വരികയാണ്, എന്നിട്ട് ചിന്തിക്കുകയാണ്, ബോധിരാജകുമാരൻ ആനപ്പുറത്ത് സവാരി ചെയ്യുന്ന സമയത്ത് അങ്കുശവിദ്യയിൽ പ്രാവീണ്യം ഉള്ള വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന് കീഴിൽ ആ അങ്കുശവിദ്യ അഭ്യസിക്കും. ആ വ്യക്തി ശ്രദ്ധാവാനാണ്. അതിനാൽ ശ്രദ്ധ കൊണ്ട് എന്തൊന്ന് നേടണമോ ആ വ്യക്തിക്ക് നേടാൻ സാധിക്കും. അതിനാൽ സാധകന് ആദ്യമായിട്ടുണ്ടാകുന്ന ഗുണം ശ്രദ്ധയാണ്. ബുദ്ധനിൽ, ധർമ്മത്തിൽ, സംഘത്തിൽ ശ്രദ്ധ അതുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. സോചസ്സ അപ്പാഭാദോ, ആരോഗ്യമുള്ള വ്യക്തിയാണ്. അതിനാൽ ആരോഗ്യത്താൽ എന്ത് നേടണമോ ആ വ്യക്തിക്ക് അത് നേടാൻ സാധിക്കും. അസഠോ അമായാവി, അവൻ സത്യസന്ധനാണ്, മായാവിയല്ല, എല്ലാം തുറന്നു പറയുന്ന പ്രകൃതമാണ്. അതിനാൽ സത്യത്താലും അതേപോലെ തന്നെ നേരുള്ളതിനാലും എന്ത് നേടാൻ സാധിക്കുമോ അത് ആ വ്യക്തിക്ക് നേടാൻ സാധിക്കും. ആ വ്യക്തി ആരദ്ധവീര്യോ, വീര്യമുള്ളവനാണ്, പ്രയത്നമുള്ളവനാണ്. അതിനാൽ വീര്യത്താൽ എന്ത് നേടാൻ സാധിക്കുമോ അത് ആ വ്യക്തിക്ക് നേടാൻ സാധിക്കും. അവൻ പ്രജ്ഞാവാനാണ്, ബുദ്ധിയുള്ളവനാണ്. അതിനാൽ പ്രജ്ഞയാൽ എന്ത് നേടണമോ അത് ആ വ്യക്തിക്ക് നേടാൻ സാധിക്കും. രാജകുമാര, താങ്കൾ എന്താണ് കരുതുന്നത്? ആ വ്യക്തിക്ക് ആനപ്പുറത്തിരുന്ന് സവാരി ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആ അങ്കുശവിദ്യ അത് താങ്കളുടെ കീഴിൽ ആ വ്യക്തിക്ക് അഭ്യസിക്കാൻ സാധിക്കുമോ? ബന്ദേ, ആ വ്യക്തിയിൽ ഈ പറഞ്ഞ 5 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അവന് അത് അഭ്യസിക്കാൻ സാധിക്കും. 5 ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ രാജകുമാര, ഈ 5 കാര്യങ്ങൾ ആണ് ധ്യാനത്തിന് സഹായകരമാവുന്നത്. അത് 5 ഏതാണ്? രാജകുമാര, ഒരു ഭിക്ഷുവിന് ശ്രദ്ധയുണ്ട്, തഥാഗതൻ്റെ ബോധിയിൽ ശ്രദ്ധയുണ്ട്. അദ്ദേഹം ഭഗവാനാണ്, അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്, വിദ്യ ആചരണയിൽ സമ്പന്നനാണ്, പരിശുദ്ധനാണ്, ലോകത്തെ അറിയുന്ന വ്യക്തിയാണ്. പ്രശിക്ഷണം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പ്രശിക്ഷണം കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അവർക്ക് ആരോഗ്യമുണ്ട്, രോഗം ഒട്ടും തന്നെ ഇല്ല. അവരുടെ വയറിന് ഭക്ഷണം നല്ലപോലെ പചിപ്പിക്കാൻ സാധിക്കും. അധികം ചൂടുമില്ല, തണുപ്പുമില്ല, സമാവസ്ഥയിലാണ് ഇരിക്കുന്നത്. ധ്യാനത്തിന് അവർക്ക് സാമർഥ്യമുണ്ട്. അവർ ഒന്നും തന്നെ ഒളിപ്പിച്ചു വയ്ക്കുന്നവരാകരുത്, മായാവികളാകരുത്, വഞ്ചകരാകരുത്. അവർ ഗുരുവിനോട് എല്ലാം തന്നെ തുറന്നു പറയുന്നവർ ആയിരിക്കണം. അല്ലെങ്കിൽ സബ്രഹ്മചാരികളോട് എല്ലാം തന്നെ തുറന്ന് പറയുന്നവരായിരിക്കണം. ഒന്നും ഒളിപ്പിച്ചു വയ്ക്കുന്നവരാകരുത്. അവർ അകുശലധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ വളരെ പ്രയത്നം ചെയ്യുന്നവരായിരിക്കണം. കുശലധർമ്മങ്ങളെ വളർത്താൻ അവർ ഒരിക്കലും മടി കാണിക്കരുത്. വളരെ ശക്തിയുള്ളവരായിരിക്കണം. അതേപോലെ തന്നെ കുശലധർമ്മങ്ങളെ വളർത്താൻ അവർ ഒട്ടും തന്നെ ആലസ്യം കാണിക്കരുത്. അതിനെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. അവർ പ്രജ്ഞാവാന്മാരായിരിക്കണം. പഞ്ഞാവോ ഹോതി ഉദയത്തഗാമിനീയ പഞ്ഞായ സമന്യാഗതോ അരിയായ നിഭേദികായ സമ്മാ ദുഃഖഖയഗാമിനീയ. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ഞാവ ഹോതി, പ്രജ്ഞയുള്ള വ്യക്തിയായിരിക്കണം. ഉദയത്ത ഗാമിനീയ പഞ്ഞായ, അതായത് ഉദയവ്യയത്തിൻ്റെ ജ്ഞാനം അവർക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉദയവ്യയം, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതിൻ്റെ ഉദയം, അസ്തമയം, ഇത് മാത്രം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രജ്ഞ ഉണരുന്നതാണ്. ഈ ഉദയവ്യയം നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അനിത്യബോധമുണ്ടാകുന്നു, ദുഃഖബോധമുണ്ടാകുന്നു, അനാത്മബോധമുണ്ടാകുന്നു. അതിൻ്റെ ഏറ്റവും ആദ്യമായിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ഉദയവ്യയ ജ്ഞാനം. അതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഈ ഉദയവ്യയം ജ്ഞാനം അത് ഒരു പ്രജ്ഞയാണ്. അത് ആര്യന്മാർക്ക് യോജിച്ചതാണ്. അത് തുളച്ചു കയറുന്നതാണ്. അതുമൂലം നമ്മൾക്ക് ദുഃഖത്തിന് ക്ഷയമുണ്ടാകുന്നു.
രാജകുമാര, ഈ 5 കാര്യങ്ങളാണ് ധ്യാനത്തിന് ഒരു വ്യക്തിയെ സഹായിക്കുന്നത്. ഒരു ഭിക്ഷുവിന് ഈ 5 ഗുണങ്ങളുണ്ട്. അത് ധ്യാനത്തിനെ സഹായിക്കും. അപ്പോൾ ഒരു തഥാഗതൻ്റെ കീഴിൽ അവർ അഭ്യസിക്കുകയാണെങ്കിൽ അവർക്ക് ബ്രഹ്മചര്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം 7 വർഷങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 7 വർഷത്തിനുള്ളിൽ അവർക്ക് പരിപൂർണമായിട്ടുള്ള നിബ്ബാണം, അർഹന്തപ്രാപ്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. രാജകുമാര, 7 വർഷങ്ങൾ പോട്ടെ, അവർക്ക് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവർക്ക് നേടാൻ സാധിക്കും 6 വർഷത്തിനുള്ളിൽ, 5 വർഷത്തിനുള്ളിൽ, 4 വർഷത്തിനുള്ളിൽ, 3 വർഷത്തിനുള്ളിൽ, 2 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ വെറും 1 വർഷത്തിനുള്ളിൽ. രാജകുമാര, 1 വർഷം പോട്ടെ, ഒരു ഭിക്ഷുവിന് ഈ 5 ഗുണങ്ങളുണ്ട്. തഥാഗതൻ്റെ നിർദ്ദേശപ്രകാരം അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ബ്രഹ്മചര്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം വെറും 7 മാസങ്ങൾക്കുള്ളിൽ നേടാൻ സാധിക്കും. 7 മാസവും പോട്ടെ രാജകുമാര, 6 മാസങ്ങൾ, 5 മാസങ്ങൾ, 4 മാസങ്ങൾ, 3 മാസങ്ങൾ, 2 മാസങ്ങൾ, 1 മാസം, 15 ദിവസം. രാജകുമാര, 15 ദിവസവും പോട്ടെ, ഒരു വ്യക്തിക്ക് ഈ 5 ഗുണങ്ങളുണ്ടെങ്കിൽ തഥാഗതൻ അവരെ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ ബ്രഹ്മചര്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവർക്ക് നേടാൻ സാധിക്കും. 6 ദിനരാത്രങ്ങൾ, 5 ദിനരാത്രങ്ങൾ, 4 ദിനരാത്രങ്ങൾ, 3 ദിനരാത്രങ്ങൾ, 2 ദിനരാത്രങ്ങൾ, 1 ദിനരാത്രങ്ങൾ. രാജകുമാര, ഒരു ദിനരാത്രവും ഉപേക്ഷിക്കുക. ഒരു ഭിക്ഷുവിന് ഈ 5 ഗുണങ്ങൾ ഉണ്ട്. തഥാഗതൻ്റെ ശിക്ഷണത്തിൽ ആ വ്യക്തി വരികയാണ്. വൈകുന്നേരം അവർക്ക് നിർദ്ദേശം കിട്ടുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ആത്യന്തിക ലക്ഷ്യം നേടാവുന്നതാണ്. അല്ലെങ്കിൽ രാവിലെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആത്യന്തിക ലക്ഷ്യം നേടാവുന്നതാണ്. അതായത് വെറും 1/2 ദിവസത്തിനുള്ളിൽ അർഹന്തൻ്റെ പ്രാപ്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. പൂർണ്ണമുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ബോധിരാജകുമാരൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: അഹോ ബുദ്ധോ, അഹോ ധമ്മോ, അഹോ ധമ്മസ്സ സ്വാഖാതത. ബുദ്ധനെപ്പറ്റി എന്ത് പറയാനാണ്? ധർമ്മത്തെപ്പറ്റി എന്ത് പറയാനാണ്? ധർമ്മത്തിൻ്റെ പഠിപ്പിക്കലിനെ പറ്റി എന്ത് പറയാനാണ്? ഒരു വ്യക്തിക്ക് വൈകിട്ട് നിർദ്ദേശങ്ങൾ കിട്ടുകയാണ്, രാവിലെ ആകുമ്പോഴേക്കും ആ വ്യക്തിക്ക് മുക്തി ഉണ്ടാകുന്നു. അല്ലെങ്കിൽ രാവിലെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്, വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വ്യക്തിക്ക് മുക്തി ഉണ്ടാകുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ സഞ്ജീകപുത്തൻ രാജകുമാരനോട് ഇങ്ങനെ പറഞ്ഞു: രാജകുമാര, താങ്കൾ ഇങ്ങനെയാണ് പറയുന്നത്, അഹോ ബുദ്ധോ, അഹോ ധമ്മോ, അഹോ ധമ്മസ്സ സ്വാഖാതത എന്നെല്ലാം താങ്കൾ പറയുന്നു. പക്ഷേ താങ്കൾ ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നില്ല, ധർമ്മത്തിൽ, സംഘത്തിൽ ശരണം പ്രാപിക്കുന്നില്ല. സഞ്ജീകപുത്ത, അത് പറയരുത്. സഞ്ജീകപുത്ത, അത് പറയരുത്. ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഭഗവാൻ കോസംബിയിൽ ഗോസിതൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ഗർഭിണിയായിട്ടുള്ള എൻ്റെ അമ്മ ഭഗവാന്റെ അടുത്ത് പോയി. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, എൻ്റെ ഉദരത്തിലുള്ള രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി താങ്കളിൽ ശരണം പ്രാപിക്കുന്നു, ധർമ്മത്തിൽ ശരണം തേടുന്നു, സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ അവരുടെ പ്രാണൻ ഉള്ളവരെ ഭഗവാൻ അവരെ ഒരു ഉപാസകരായിട്ട് കരുതണം. മറ്റൊരു സമയത്ത് ഭഗവാൻ ബഗ്ഗ അവരുടെ സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു, സുസുമാരഗിരിയിൽ ഭേസകല വനത്തിൽ. അപ്പോൾ എൻ്റെ പരിചാരിക എന്നെ എടുത്തുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയി. എന്നിട്ട് വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ബോധിരാജകുമാരൻ ഭഗവാന്റെ, ധർമ്മത്തിൻ്റെ, സംഘത്തിൻ്റെ ശരണം തേടുന്നു. ഈ ദിവസം മുതൽ പ്രാണൻ അവസാനിക്കുന്നതുവരെ ഭഗവാൻ ബോധിരാജകുമാരനെ ഒരു ഉപാസകനായിട്ട് കരുതണം. ഇപ്പോൾ 3-ാം തവണയും ഞാൻ ഭഗവാന്റെ, ധർമ്മത്തിൻ്റെ, സംഘത്തിൻ്റെ ശരണം തേടുന്നു. ഈ ദിവസം മുതൽ എന്നുവരെ എൻ്റെ ശരീരത്തിൽ പ്രാണനുണ്ടോ ഭഗവാൻ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉപാസകനായിട്ട് കരുതണം. ബോധിരാജകുമാര സൂത്തം നിഷ്ഠിതം. വളരെ പ്രേരണാജനകമായിട്ടുള്ള ഒരു സൂത്തമാണിത്. സാധന സംബന്ധിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. സൂത്തം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ.
നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.